എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫ്ലവേഴ്സ് കോമഡി ഈദ് ഐറ്റം വേറയിലേക്ക് സ്വാഗതം. നമുക്കങ്ങ് തുടങ്ങിയാലോ? അപ്പൊ ഇന്നത്തെ നമ്മുടെ ഓഡിയൻസിനെ പരിചയപ്പെടണ്ടേ? പിന്നെ എവിടുന്നാണെന്നൊക്കെ അറിയണ്ടേ? അപ്പൊ ആരാ സംസാരിക്കുക? നിങ്ങൾ എവിടുന്നാണ്, എന്തൊക്കെയാണെന്നൊന്ന് പറയുമോ പ്ലീസ്? ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞങ്ങൾ ഒരു സമുദായ സംഘടനയുടെ KMS എന്ന് പറഞ്ഞ സമുദായ സംഘടനയുടെ 3-ാം നമ്പർ കരയോഗത്തിന്റെ പ്രതിനിധികളാണ്. ഓക്കെ, അടിപൊളി. പത്തനംതിട്ടക്കാരാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. പത്തനംതിട്ടയിൽ നിന്ന് നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ വിളയാടിക്കൊണ്ടിരിക്കുകയാണ്, അറിയാമല്ലോ. അറിയാം. പരിപാടി തുടങ്ങുമ്പോൾ ഈ സീരിയസ് വേണ്ട, നല്ല ചിരിച്ചിരുന്നോണം. അതെ, പത്തനംതിട്ടയ്ക്ക് മാത്രമല്ല എല്ലാ ടീമുകൾക്കും നല്ല ഐഡിയ ഉണ്ടാവും. എല്ലാരും നമ്മുടെ സ്വന്തം ടീമാണ്, ഗംഭീര ടീമുകളാണ്. അപ്പൊ ഇനി ഒന്നും നോക്കണം, നമ്മൾ തുടങ്ങിയല്ലേ? ഇത് ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അപ്പൊ നസർക്ക, നമുക്ക് ആദ്യ സ്കിറ്റിലേക്ക് പോയാലോ? പോയേക്കാം. അപ്പൊ ഞാൻ വിളിക്കാൻ പോകുന്നത് പത്തനംതിട്ട ടീമിനെ. നല്ല കൈഡി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം. രാജേഷ് കൊട്ടാരത്തിൽ, ഹരി ആൻഡ് സുജേഷ്. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. എടാ അനന്തു, ഇന്നലെ ഞാൻ ഉറങ്ങിയതേ ഇല്ല. ഓ, നിന്റെ മുഖത്ത് ക്ഷീണം കാണുന്നു. കേട്ടോ? എന്തുവായിരുന്നു നീ? എടാ, ഇന്നലെ ആണെങ്കിൽ ഞങ്ങളുടെ ഗാനമേള ഇല്ലയോ, നേരം വെളുക്കുന്നിടം വരെ പള്ളിയായിരുന്നു. അങ്ങനല്ലടി, പിന്നെ പള്ളിയിലല്ലായിരുന്നോ ഗാനം? പള്ളി ഗാനമേളയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഗാനമേളക്കകത്ത് എന്തോ അമ്പലമായിരുന്നു. നിനക്ക് തെറ്റി. എനിക്കെവിടെ തെറ്റി? എടാ എന്തോ നീ ഇപ്പം പറഞ്ഞു തെറ്റിയാ? ഞാൻ തെറ്റിച്ച പോലെ തെറ്റി. ശരി, ഞങ്ങളുടെ അമ്പലത്തിലെ ഗാനമേളയായിരുന്നു. നല്ല ഗാനമേളയായിരുന്നു അവിടെ. നീ ആരുടെ ഗാനമേളയാന്ന് എന്നോട് ചോദ്യരേ? ആരുടെ ആയിരുന്നടി? യാസൂറ്റിയുടെ. ജാസ്മിയോ? മറ്റേ നിനക്ക് തെറ്റി. ആ ജാസി ഗിഫ്റ്റ്. അയ്യോ, എന്തോ പാട്ടാടാ പുള്ളിക്കാരന്. അയ്യോ, അതോ എനിക്ക് ഉറങ്ങാൻ പറ്റാൻ എന്റെ കണ്ണകത്ത് അറിയാനുണ്ടല്ലോ. വയ്യ, ഒരു കാര്യം പറയട്ടെ. അയ്യോ, ഞാൻ മലയാളം ഒന്നും എഴുതിയില്ല. പോയി എഴുതി വെക്കാം. നിന്നെ ഇതാ മോട്ടർ ആക്കാത്ത ഞാൻ എളുപ്പം എഴുതേ. പിന്നെ കാണിച്ച് കൊള്ളാം, മതി. സെക്കൻഡ് എന്ന് എഴുതിയില്ല, മലയാളം സെക്കൻഡ് എന്ന് എഴുതിയില്ല. സെക്കൻഡ് എന്ന് എഴുതേ, 2 വര മതി. കറക്റ്റ് എഴുതിയേക്കുന്നത്. എന്നെ മുട്ട എടുക്കരുത്, എന്നെ മുട്ട പൊരിച്ചെടുക്കരുത് പറഞ്ഞേ. ഞാൻ വീട്ടിൽ ചെന്ന് പറയും, അപ്പയോട് ഞാൻ പറഞ്ഞു കൊടുക്കൂല. മുട്ട പൊരിച്ചെടുക്കുക ടീച്ചർ. എന്റെ മുട്ട പൊരിച്ചെടുക്കുന്നു. ഗുഡ് മോർണിംഗ് ടീച്ചർ. ടീച്ചർ ടീച്ചറിനെ താമസിച്ചേ? ഓ, ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നടാ. അയ്യോ, അത് വെച്ചോണ്ടിരിക്കരുത്. ഞങ്ങളുടെ പേരപ്പിനെ പോലെ വന്ന 3 സർജറി കഴിഞ്ഞപ്പ. നീ എന്താ പറഞ്ഞോണ്ട് വരുവാടാ? ഞാൻ കാറി വന്നപ്പോ ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നു, അതാ താമസിച്ചത്. റോഡിലോ? പിന്നെ റോഡിലെ കാര്യം പറഞ്ഞല്ല. ടൂറിന് പോയ കുട്ടികളെല്ലാം വന്നപ്പോ ബാക്കിയുള്ള കുട്ടികളൊക്കെ എങ്ങോട്ട് പോയി? ശാസ്ത്രമേളയ്ക്ക് തിരുവല്ലയിൽ പോയി, ഇല്ലയോ? ശാസ്ത്രമേളയാണ് തിരുവല്ലയില്. ഞാൻ പോയില്ല. എന്താ വന്നേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഞാൻ അവിടെ പോയതാ. അമ്മക്ക് പറ്റിയ ഒരു സെലക്ഷനും ഇല്ല അവിടെ. അത് വസ്ത്രമേളയാടാ, ഇത് ശാസ്ത്രമേള. ഈയടാ ടീച്ചറെ, അഖില് പോയിട്ടുണ്ട്. അവൻ പോവും. അവൻ എന്തായാലും പഠിക്കാൻ എടുക്കാനല്ലെങ്കിലും നിങ്ങളുടെ കാര്യത്തിനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം വിളിക്കാം കേട്ടാ. ആര്യാ? എന്റെ ടീച്ചറിന്റെ ഇരിക്കുന്ന പേനാന്നോ? ആര്യ. ആര്യ, ക്ലാസ്സിലെ ആര്യ ശാസ്ത്രമേളയ്ക്ക് പോയി. പോയി. ഇതുണ്ടോ? നീര് കൊണ്ടോന്നോ? എനിക്ക് ഇവിടെ ഇവിടെ ഇടിച്ചതാ, മുട്ടിന് ഇവിടെ നീര് കൊണ്ട്. നീരുണ്ടോന്നല്ല ഞാൻ നിന്നെ, നീതു ഉണ്ടോന്ന്. നീര് കൊണ്ടോ? നീരും പോയി ശാസ്ത്രമേള. ആനി മേരി സിസ്റ്റർ വർഗീസ് പ്രസന്റ്. നിന്നോട് എനിക്ക് സ്നേഹവും ബഹുമാനം എല്ലാം ഉണ്ടടി. കഴിഞ്ഞ വട്ടം DA വന്നപ്പോഴേ ഇത്രയും പേര് കേട്ടപ്പോൾ DA വിചാരിച്ചു ഇത്രയും കുട്ടികൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. സ്നേഹവും ബഹുമാനൊക്കെ എപ്പോഴും നിന്നോടുണ്ട് കേട്ടാ. 25 പേര് വിട്ടോണ്ട് ഇറങ്ങിയേക്ക്. അഞ്ജലി ഉണ്ടോ? അഞ്ജലി ഉണ്ടോന്നോ? അഞ്ജലി ഇല്ലെങ്കിൽ ചിലപ്പോ അത് ആയൂര് കിട്ടും. സാധനം എന്തുവാ? നീ എന്തോ പറഞ്ഞോടാ? അഞ്ജലി ക്ലാസ്സിൽ അഞ്ജലി ഉണ്ടോ? അഞ്ജലിയോ? അഞ്ജലി ഇല്ല. എന്തോ വന്നില്ല. സന്തോഷം ഉണ്ടോ? ഓ, എന്താ സന്തോഷം? നമുക്ക് എന്തോ സന്തോഷമാ ടീച്ചറെ. ക്ലാസ്സിൽ സന്തോഷം എന്തിയേ? ശാസ്ത്രമേളയ്ക്ക് പോയി. പോയി. രാത്രികളൊക്കെ പോയി. അനന്തു ഉണ്ടോ? അതുണ്ടോ? ഞാനാ ഉണ്ട്. അഖില അങ്ങോട്ട് പോയല്ലേ? അഖില അങ്ങോട്ട് പോയേക്കുന്നു. നീ നമുക്കൊരു കാര്യം ചെയ്യാം, മലയാളം പഠിക്കാം. ഇന്ന് മലയാളം ആദ്യം. അപ്പൊ ഇന്ന് ടീച്ചർമാർ അങ്ങോട്ട് പോകണം. ഇന്നും ഞാനാണ് 5 വിഷയം എടുക്കാൻ പോകുന്നത്. ഇവിടെ ഇത് തന്നെ പരിപാടി. ഫസ്റ്റ് ചോദ്യം, താമരയുടെ പര്യായ പദം പറയണം. അനന്ത് പറ. താമരയുടെ പര്യായ പദം. താമരയുടെ
വെള്ളത്താമര, ആ നീലത്താമര, അത് ടീച്ചർ കണ്ടാന്നല്ലോ സിനിമ. പിന്നെ ലോട്ടസ്. കൈ കാണിച്ചേടാ, കൈ കാണിച്ച്. നേരവും വെളുത്തു അടിയും തുടങ്ങി. നീ പറ, നീ പറഞ്ഞേ. എന്തോ ടീച്ചറെ? താമരയുടെ പര്യായ പദം. താമരയുടെ പര്യായ പദോ? ആ താമര വെള്ളത്തിലുണ്ടാകുന്നതാണ്. താമര വെള്ളത്തിലുണ്ടാകുന്നതാണ്. കൈ കാണിക്കടി, കൈ കാണിക്ക. അംബുജം കമലം എഴുതി വെച്ചേ. അംബുജം കമലം. ആ, പറ. കമല. അടുത്ത ആനയോടാണേ. തേന്റെ പര്യായ പദം പറഞ്ഞടി. തേൻ. തേൻ. തേന മധു. മധു. ആ. സത്യൻ. ശീല. ചെമ്മീൽ ആരൊക്കെ അഭിനയിച്ച് നല്ലടി ആണോടി എന്നോട് ചോദിച്ചേ? ആണോടി? ആണോ? അല്ല. പറ, ആനന്ദ് പറ. ഹണി, ആ. മണി, കെണി. നിന്റെ കിണി കിണി ഇത് എന്തോ പഠിച്ചോണ്ട് വരുവാണ് ഇതൊക്കെ? സത്യം പറഞ്ഞ് രണ്ടെണ്ണം കൂടെ എന്തോ കാണിക്കാൻ. ഒരു കാര്യം ചെയ്യാം, പാട്ട് പഠിച്ചോണ്ട് വരാൻ വന്നിട്ട് പഠിച്ചോണ്ട് വന്നോ? മലയാള പദ്യം പഠിച്ചിട്ടുണ്ട്. പഠിച്ചോണ്ട് വന്നാ? ആ. ടീച്ചറെ ആ ആര് ചൊല്ലാനാ? നീ 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 ചൊല്ല്. ഞാനും. ആ ടീച്ചറെ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാമോ? ഇത് കുട്ടികളോടൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അശോകൻ എന്നായിരുന്നു പേര്. ഞങ്ങളുടെ വീട്ടുകാരും സമ്മതിച്ചില്ല. ഇപ്പൊ എവിടെയോ വില്ലേജ് ഓഫീസറായിട്ട് ഇരിക്കുക. ടീച്ചറുടെ ആദ്യത്തെ ലൈനല്ല, പദ്യത്തിന്റെ ആദ്യത്തെ ലൈനാ. അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞു. സോറി ഓമന തിങ്കൾ കിടാവോ? അതാണ്. ആ ഓമേന തിങ്കൾ കിടാവോ, നല്ല കോമള ശ്യാമള പൂവോ, പൂവിലുറങ്ങും മധുവോ, പായിലുറങ്ങും രഘുവോ. രഘു അല്ലടാ പോയ കിടക്കുന്നത്, രഘു അല്ലടാ പോയ കിടക്കുന്നത്. നീ പറ, നീ ഇരിക്കരുത്. ഓമന തിങ്കൾ കിടാവോ, നല്ല താമര താരിളം പൂവോ, പൂവിൽ നിറഞ്ഞ മധുവോ പരി. അനന്തുവേ എന്താ ടീച്ചറെ? എന്തോ കാണിക്കുവാ? എന്തോ ഊർക്കം വലിച്ചതോ? ഞാൻ പറഞ്ഞ ആ പാട്ട് പാടിപ്പിക്കാൻ അവൾ ഉറങ്ങിപ്പോയി. എന്താ ടീച്ചറെ? അനിതും ടീച്ചറും എന്നെ വീട്ടില്? എന്റെ വീട്ടില ഇത് ക്ലാസ് റൂമായത്. അയ്യോ അതെ, ഈ പാട്ട് പാടിയായിരുന്നു അമ്മ പണ്ടെന്നെ ഉറക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ എപ്പൊ ഞാൻ പാടിയാലും ഞാൻ ഉറങ്ങും. അതിന് നീ പാടരുത് കേട്ടോ, നീ ഉറങ്ങിപ്പോ. അയ്യോ, അത് നമുക്ക് എന്താ ചെയ്യാം? അത് അടച്ചു വെക്ക്. കെമിസ്ട്രിയുടെ പുസ്തകം എടുത്തേ. കെമിസ്ട്രി. രാസനാമത്തെ കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ അല്ലടാ, കെമിസ്ട്രി. അതുപോലെ നിനക്കറിയത്തില്ല. നിന്നോടുള്ള ചോദ്യമാണേ. തന്മാത്ര എന്നാൽ എന്ത്? തന്മാത്ര എന്നാൽ എത്രമാത്രമാണോ അത്രമാത്രമാണ് തന്മാത്ര. കൊടുക്കാത്ത കാര്യമില്ല. എന്നാ കൊടുക്കാത്ത? നീ പറയടാ, തന്മാത്ര എന്നാൽ എന്ത്? തന്മാത്ര എന്നാൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നല്ല പടമാണ്. പിന്നെ അത് ലാസ്റ്റിൽ കുറച്ച് കരഞ്ഞേ നമ്മൾ ഇറങ്ങി പോരത്തുള്ളൂ. ടീച്ചർ കണ്ടാണ് പടം? സിനിമയും കണ്ടിട്ട് വന്നിരുന്ന് എന്താ കാണാം. അടുത്ത പറയാം. സെല്ലുകൾ ഏതെല്ലാം? ആനി പറ. പൂജപ്പുര സെല്ല, തിയൂർ സെല്ല, പിന്നെ തീഹാർ അടിക്കടി. ഇതാണ് സെല്ലുകൾ. ഇതാണ് സെല്ലുകൾ. എഴുതി വെക്കടി. മെർക്കുറി സെല്ല്, ട്രൈ സെല്ല് എഴുതി വെച്ചേ. നീ പറ, രോഗങ്ങൾ ഏതെല്ലാം? രോഗങ്ങളോ? ആ, അഞ്ചാപ്പനി, കോളറ, മഞ്ഞപ്പിത്തം. രോഗങ്ങളല്ലടാ, ലോഹങ്ങള്. രോഗങ്ങളോ? ആ, രോഗങ്ങൾ അറിയത്തില്ല. നീ പറയടി. നരലോകം, സ്വർഗലോകം, പാതാളലോകം. ലോഹങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക്, അലൂമിനിയം. എഴുതി. സിങ്ക്, അലൂമിനിയം, കോപ്പർ, അയൺ. എടാ എനിത് എന്തോ നിനക്ക് ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം? എനിക്ക് പോലീസായ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയുണ്ടത്? കുഴപ്പമില്ല, നിന്റെ ഇതിൽ നീ പോലീസ് ആകും. നീ ഞാൻ അറിയോ, ചെറിയ ചിലവന്മാരെ ഞാൻ ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ മുന്നോട്ട് നീ വെച്ച് ഇരി. ആനിക്കോടി പോലീസ്. ടീച്ചറെ, എനിക്ക് ഭാവിയിൽ നല്ലൊരു അമ്മയാകാനാണ് ആഗ്രഹം. പഠിച്ചിട്ടോ? പഠിച്ച് നല്ലൊരു അമ്മയാകണം. അമ്മയാകാനാണ് നീ പഠിക്കാൻ പറഞ്ഞ കാര്യമില്ലല്ലോടി. അയ്യോ, പഠിക്കാതിരുന്നാൽ ഞാൻ എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ എന്തോ എടുത്തിട്ട് വെച്ച് പഠിപ്പിക്കും. അവള് മൂത്ത മോനെ ടീച്ചർ വന്ന് ട്യൂഷൻ എടുക്കുമോ? അവനാ പഠിക്കാൻ മണ്ണ പഠിക്കാൻ മണ്ടനവന്. അവിടെ ഇരുന്നേ. അവൻ നല്ല ട്യൂഷൻ വിടുതി അവനെ. നമുക്കത് ഈ കണക്ക് പിടിക്കാം. ഇല്ലാത്ത കണക്കും കൊണ്ട് വരും. 6ന്റെ പട്ടിക ചൊല്ലിയേ. 1 6 6 2 6 മീനച്ചിൽ 6 പമ്പയാറ്. എന്ത് പടി പറയുന്നേ? 2 പക്ഷെ ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. ഇതൊക്കെ എങ്ങനെ പഠി? ടീച്ചറെ, ഒന്നിന്റെ പറയാവോ? അല്ല, പിന്നെ വണ്ടിന് പോണം. പോട്ടുവാ, പെട്ടെന്ന് പോട്ടുവാ. പോ. അയ്യോ, നീ 8ന്റെ പറയടാ. അവളെ പോയത് നിമിത്തം എന്റെ നെഞ്ചത്തൊട്ട് ഒരൊട്ടെ ഇരിക്കട്ടെ. ഒരു 16 ഒരൊട്ടെ 8 16 30 40 41 8 18 18
ആരോട് പയറ്റട്ടെ എന്ന്? പയറ്റട്ടെ 80. ഇരി 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 ഇരി. 80. എനിക്ക് ആരത്? ഹലോ വനജ ടീച്ചറേ. എന്റെ ചാക്കോ സാറേ, ഞാൻ വസന്ത ടീച്ചറാണ്. ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞു. അല്ല വസന്ത ടീച്ചർ രണ്ടിലും വായാണല്ലോ. എന്റെ വാലിരിക്കുന്ന വല്ലതും കേൾക്കും ടീച്ചർ സാറ് കേട്ടാ. വെച്ചിട്ട് പോയൊന്ന്. ടീച്ചറെ. എന്തൊരു കഷ്ടമെന്ന് പറയുന്നേ. നിങ്ങൾ ഈ അടുത്ത വിഷയത്തോടെ ബയോളജി ടീച്ചറെ പഠിക്കാം. വിളിച്ചേ. ഓ നീ അത് കേൾക്കാതെ പൊയ്ക്കോ എണീച്ച് ബയോളജി പഠിക്കാം. ടീച്ചർ കയറി കയറി. നീ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇറങ്ങി പോരുത്. ഇല്ല. മലമ്പനിയുടെ ലക്ഷണങ്ങൾ പറയടാ. മലമ്പനിയുടെ ലക്ഷണം. ആ. മലമ്പനി മുള്ളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. കാട്ടിൽ മാത്രം മലമ്പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു ജീവിയാണ്. മറ്റു ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുള്ള ഇങ്ങനെ കുടയുകയും ചെയ്യും. അത് മുള്ളംപന്നി. നീ മലമ്പനിയെ കുറിച്ച് അതിനടുത്ത് ഞാൻ ചോദിച്ചു. മലമ്പനി അറിയില്ല. അറിയാമോ? മലമ്പനിയെ കുറിച്ച് അറിയാവോ? അറിയത്തില്ല. അറിയത്തില്ല. മലമ്പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഭാരം കുറേ അനുഭവപ്പെടും, ക്ഷീണം കാണും, സ്ഥിരമായിട്ട് ചുമ കാണും. എഴുതി വെക്കത്. ചുമ കഴുത്തിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയുടെ പേര് പറഞ്ഞ ആനി. തറയോട് ഗ്രന്ഥി. കമൽത്തോട് ഗ്രന്ഥി. തൈറോയ്ഡ്. തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥി എഴുതി വെച്ചത്. ആപ്പിളിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്ന എവിടാ പറഞ്ഞേ? തൊലിക്കല്ലേ? എന്നോടാണോ? അതിന്റെ തൊലിക്കല്ലേ? ആ കറക്റ്റ് ഉത്തരം. ഇരുന്നേ കേട്ട് പണിയിടിയാത് പറയുന്നത് കേട്ടവൻ. നമുക്ക് അടുത്ത വിഷയം എടുക്കാവേ. ഹിസ്റ്ററി. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? ആരാ ജില്ല? പറ. ഞാനോ? അല്ലെന്തോ അനന്ത് പറ. അനന്ത് വന്ന ഒരു ജില്ല. ഞാനല്ല പറയാ. നീ പറയാനാ പറഞ്ഞത് അവള്. 15. 15? 14 കഴിഞ്ഞൊരു ജില്ലയുണ്ട് സാറേ. അതേ ജില്ല? ദുംതനക്കട ജില്ലയല്ലേ? അതൊരു ജില്ലയല്ലേ? എന്തോ ഇല്ല അവിടെ ഒരു പാട്ടും പഠിച്ചോണ്ട് വന്നിരിക്കുക. 3 ജില്ലകളുടെ പേര് പറഞ്ഞേടി. കൊല്ലത്തില്ല. കൊള്ളത്തില്ലയോ? ഇല്ല. കൊല്ലം ജില്ല, ആ പത്തനംതിട്ട ജില്ല, ആ പിന്നെ എന്തുവാണ്? ആ വോൾട്ടേജ് ഇല്ല. ആർക്ക്? അല്ല, ആർക്ക് വോട്ടേജ് ഇല്ല? കോട്ടയം ജില്ല. അയ്യോ 2 കൊള്ളാം. ഇരി അവിടെ. എന്തോ പറഞ്ഞു. കേരളത്തിൽ എത്ര നദികളുണ്ട് പറയടാ. കേരളത്തിൽ എത്ര നദിയോ? ആ നദി എത്ര നദി? എൻ്റെ നല്ല കേരളത്തിൽ ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റ് എല്ലാം നല്ലതാ. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പേരൊന്നും അഭിനയിച്ചിട്ടുണ്ട്. ആ നടിമാരെ കുറിച്ച് നമുക്ക് അത്ര. എടാ നടിയല്ലടാ നദികളുണ്ടെന്ന് പറഞ്ഞു കേരളത്ത്. നദിയോ? ആ നദി അറിയത്തില്ല. 44 നദികളുണ്ട്. എഴുതി വെച്ചേ. 44. ആ കേരളത്തിലെ അടുത്തത് ഈയവും ചെമ്പും ഉരുകിച്ചേർന്ന് നിർമ്മിക്കുന്ന ലോക സങ്കരം ഏത്? അറിയത്തില്ല. 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 ഓട്. അറിയത്തില്ല. ഓട്. അവിടെ കയറി പോരണ്ടോ കൂടെ. പിന്നെ എന്തുവാ ടീച്ചറെ? അറിയത്തില്ലെങ്കിൽ ഓട്. ഓടുന്ന് പറഞ്ഞ വെങ്കല എഴുതി വെക്കത്. ഓട് കേക്കാൻ വേണ്ടി ഇറങ്ങി ഓടെ. ഒരു രക്ഷയില്ല 2 കൊണ്ട്. നിങ്ങൾ എന്തുപോലും പഠിക്കാൻ എന്തുപോലും പുറമോട്ടാ. ശാസ്ത്രമേളയ്ക്ക് പോയിട്ടും ഇല്ല. വേറെ വല്ലതും കഴിവുണ്ടോ? യൂത്ത് ഫെസ്റ്റിവൽ അടുത്ത മാസം വരുന്നു. ചേർന്നിട്ടുണ്ടോ? ടീച്ചറെ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സംശയം. ആ യൂത്ത് ഫെസ്റ്റിവലിനെ നമ്മൾ ജനറൽ കോളേജിൽ ചേരാൻ പറ്റുമോ? ഈ ചോദ്യ ഉത്തരങ്ങൾ ജനറൽ കോളേജോ? നിനക്ക് അറിയാവുന്ന വിഷയത്തിൽ കയറി പിടിയിടി. നീ അറിയാവുന്ന വിഷയത്തിൽ നീ ഇതിനകത്ത് ചേർന്നായിരുന്നു. ഉപന്യാസ മത്സരത്തിനകത്ത് ചേർന്നോ? ഉപന്യാസത്തിന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. പ്രപഞ്ചത്തെ കുറിച്ച്. പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞേ. ഇവിടെ വന്ന് എന്ന് പറയടി. നമസ്കാരം. മാന്യ സദസ്യന് എന്റെ കൂപ്പുകൈ. എനിക്കിവിടെ എന്നിൽ നിക്ഷിപ്തമായ വിഷയം പ്രപഞ്ചമാണ്. പ്രപഞ്ചമാണല്ലോ എന്ന് നമ്മളെല്ലാവരും ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിലാണ് എല്ലാ സത്യവും. പ്രപഞ്ചമാണ് സത്യം. പ്രപഞ്ചത്തിൽ നാം ഉണ്ടാകുന്നു, ജനിക്കുന്നു, എല്ലാം. ഈ പറഞ്ഞ ടീച്ചർ ഉൾപ്പെടെ പ്രപഞ്ചത്തിലാണ്. പ്രപഞ്ചത്തിലാണ്. ഇതോടുകൂടി എന്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. പ്രപഞ്ചം പഠിക്കുന്നു. വല്ലാത്ത കഷ്ടം തന്നെ അടിക്കുന്നു. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ? എനിക്ക് മിമിക്രി. മിമിക്രി പറയുവാ? ഏതാ കാണിക്കുന്നേ? മാന്യ സദസ്സിനെ നമസ്കാരം. അതൊന്നും വേണ്ട, നീ കാണിയേ. ആദ്യമായി ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ട്രെയിൻ പോന്ന്. ആ വീടുക്ക ഒന്ന് കാണിച്ചേ. അതേത് ട്രെയിനാടാ അത്? വന്ദേ ഭാരതാ പോയെ. പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത എന്താ കഴിവുണ്ടോ അത് പറ. അടുത്തത് കുയില്. ഒരു കാടിനുള്ളിൽ കുയില് കൂട്ടി മുട്ടയിട്ടിരിക്കുന്നു. ഒരു വേടൻ അതിലെ തോക്കും കൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ ഉണ്ടാകുന്ന കുയിലിനുണ്ടാകുന്ന ഒരു അവസ്ഥ. വീടുകളും ഉണ്ടായിരിക്കുന്നേ. വേടനടുത്തേക്ക് മിണ്ടേ വെടിവെക്കില്ലയോ? എന്തിനാണ് ഇത് കാണിക്കുന്നേ? വേറെ വല്ല ഐറ്റം ഉണ്ടോ എന്റെ കയ്യില്? വേറെ ഉണ്ട്. മറ്റേ പറഞ്ഞിട്ടടി ഇറച്ചിക്കോഴിയുടെ ഇറച്ചിക്കോഴിയുടെ അറിയാം. ഒന്ന് കാണിച്ചത്. ടീച്ചർ മാർക്കേ. ഇതെന്തുവാ? കഴുത്ത് കടിച്ച് ആ പാട്ടയിൽ ഇട്ടതാ. വല്ലാത്ത മെനക്കെടാന്ന് നിന്നെ കൊണ്ടൊക്കെ. നിനക്ക് വേറെ എന്താ കഴിവുണ്ട്? സമൂഹാനം. സമൂഹാനത്തിന് ഞങ്ങൾ രണ്ടുപേരും പേര് നമ്മൾ 2 ഒരുമിച്ചാ പാടുന്നത്. നീ അതെങ്കിലും ഞാനൊന്ന് കാണട്ടെ. വാ
മാന്യ സദസ്സിന് അത് വേണ്ടത്. അത് വേണ്ട വേണ്ട. ഞാൻ പറയുന്ന പോലെ ഫസ്റ്റ് സെക്കൻഡ് പറയണം ആദ്യം. Ready, 1, 2, 3, 4. സാ സ സ ലലലലാ, സലലലലലാ, സസസസസസസാ, ലലലലാ, ലലലലാ, ലലലലലലാ, ലലലൻ ചൊല്ലുന്ന ചെല്ലക്കിളികളെ വേടം കുരുക്കും കടങ്കഥയിൽ കഥയ്ക്ക് ഉത്തരം ചേരുവാൻ കൂടാമോ? ലലലലലലാ, ലലലലലസാ, ലലലലാ, ലലലലാ, ലലലലലലാ. കഴിഞ്ഞോ? ഇത് വീറ്റ്നാം കൊള്ളി സിനിമയ്ക്കത്തുള്ള പാട്ടാ. കേറിയകത്ത് വേറെന്താ കഴിവുണ്ട്? നൃത്തം ഉണ്ടോന്ന്? നാടോടി നൃത്തം നിന്റെ നാടോടി നൃത്തത്തിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറവങ്ങടെ ഉള്ളു. വാ അതോടെ കളി. ಸಂದನಮೆ ರವಗುವಾಗ ಪುತುರುಕ ಪು ಪರಿಕ ಪೋಗಿಲ ಮೋವಿ ಮೇನಾತೆ ಪಕ್ಕಿಲಮ್ಮ ടീച്ചർ അവിടെ ക്ലാസ്സിൽ പോയി. എങ്ങനെ പോകാൻ നോക്കി ഇരിക്കുവായിരുന്നു അവള്. ഇവിടെ ക്ലാസ് കേട്ടിട്ട് പോകാൻ നോക്കും. ഡാൻസിലങ്ങ് മൊഴി. ഡാൻസ് ഇങ്ങാർക്കിത് എന്തത്തിന്റെ കേട? എനിക്ക് അറിയാൻ വയ്യാത്തന്റെ ചോദിക്കുക. എനിക്ക് തോന്നിയത് എന്തോന്നറിയാമോ? പുള്ളിക്കാരനെ നമ്പർ തെറ്റിയൊന്നും വിളിക്കുവല്ല, ഇത് മനഃപൂർവ്വം വിളിക്കുക. ആരാ ടീച്ചറെ? ചാക്കോ സാറേ. ചാക്കോ സാർ നമ്പർ തെറ്റി വിളിക്കുന്നതല്ല, പിന്നെ ഒരു നമ്പലായിട്ട് ആണാ? പത്തനംതിട്ട ടീം അടിപൊളിയായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു, എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങളും ഹാപ്പി അല്ലേ? അല്ലേ? സ്കൂൾ വീണ്ടും ഒരു വിഷയമാക്കി നിങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കമൻസിലോട്ട് പോയാലോ? ആദ്യം പ്രജോദ് തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഹരി, സുജിത്തെ, രാജേഷേ, പൊളിച്ചടിക്കട്ടെ, ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. ഒന്ന് സാധാരണ നമ്മൾ ഇപ്പം സ്കൂൾ തന്നെ ഇപ്പോൾ 3-4 തവണ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ തവണ ഇത് ഹിറ്റാകുക എന്ന് പറയുന്ന ഇച്ചിരി പാടുള്ള കാര്യമാണ്. 2 ഫീമെയിൽ ആരൊക്കെയാണെന്നുള്ള തെരഞ്ഞെടുപ്പിന് ആദ്യം കൈയിടുക. കാര്യം സുജിത്ത് നിങ്ങൾ ഒരു രക്ഷയിലായിരുന്നു. സുജിത്ത് ഇന്ന് പൂന്ത് വിളയുടെയായിരുന്നു. കാര്യം നമ്മൾ ഈ പൊടിയൻ കൊച്ചേട്ടനകത്ത് കണ്ട ഒരു കളിയുണ്ട്. മറ്റേ സ്കൂളിൻ്റെ മാഷായിരുന്നു. അപ്പോൾ ഇതൊരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ സുജിത്ത് ഫീമെയിലിലേക്ക് മാറി. പിന്നെ ഞാനും ആദ്യം വിചാരിച്ചു വനജ ടീച്ചർ നമ്മൾ ഒന്ന് വന്നു പോയെങ്കിലും ചിലപ്പോൾ വനജ ടീച്ചർ എന്നുള്ള പേരിലായിരിക്കുമെന്ന്. പക്ഷേ അതും വസന്ത ടീച്ചറായി. പിന്നെ ബോർഡിൽ എഴുതിയിരിക്കുന്ന മലയാളം എന്നൊക്കെ വേണം മാറ്റി എഴുതാം. പക്ഷേ നിങ്ങൾ ഇതുവരെ ആരും ചിന്തിക്കാത്ത ഒരു സാധനം കൊണ്ട് അവിടെ പോസ്റ്റ് ചെയ്തു. അതുപോലെ ട്രെയിൻ ഐറ്റം വന്ദേ ഭാരത്, ഇതൊന്നും ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെയാണ്. വിഷ്വൽ കാര്യം ഇതൊരു വിഷ്വൽ ഇമ്പാക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതല്ല, ഭയങ്കര ലൈഫാണ്. അതിന് സമയമെടുത്ത് നിങ്ങളുടെ അഭിനയം, കുയിലിൻ്റെ സൗണ്ട്, വേടനടുത്ത് വന്ന് ഇപ്പോൾ കുയിലിന് മിണ്ടാം, ശരിയാണ്, അത് ചിന്തിക്കുമ്പോൾ കറക്റ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം വളരെയധികം ഷാർപ്പായിട്ട് തന്നെ നിങ്ങൾ ചെയ്തു. രാജേഷാണെങ്കിലും വളരെ രസകരമായിട്ട് ആ ടീച്ചറിൻ്റെ എങ്ങനെയൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമോ, ഹരിയാണെങ്കിലും വളരെ രസകരമായിട്ട് ഓരോ കൗണ്ടറുകൾ നന്നായിട്ട് പോസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഈ അമ്മ, നിനക്ക് എന്താണ് ആഗ്രഹം, അമ്മയാകാൻ ആഗ്രഹം, ഈ മോൻ പഠിക്കുന്നില്ല, ആ സാധനം ഇച്ചിരി നീട്ടിയിരുന്ന രസമുണ്ട്, ഭയങ്കര അത് ഇച്ചിരി നീട്ടായിരുന്നു, അതിനകത്ത് കളിക്കായിരുന്നു. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇച്ചിരൂടെ രസകരമായതിനെ. പക്ഷേ എന്തായാലും നിങ്ങൾ പെർഫോമൻസ് ബേസിൽ ഗംഭീരമായിട്ട് ചെയ്തു 3 പേർക്കും. എന്തായാലും ഇത് ഒരു അടുത്ത വൈറലാകുന്ന സ്കൂളായി മാറട്ടെ, ക്ലാസ് റൂമായി മാറട്ടെ. ഓൾ ദ ബെസ്റ്റ്. നസീർക്ക, നിങ്ങൾ മെനക്കെടുന്നുണ്ട് കേട്ടോ. കാര്യം കുറേ തിരക്കുകൾ നിങ്ങൾക്കുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഓൺ ദ വേയിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇതിനൊരു മനസ്സ് കാണിച്ചു നിങ്ങൾ, പുതിയത് എന്തെങ്കിലും ഉണ്ടാക്കണം. കാര്യം നമ്മളെ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായി. കുറച്ച് ഓട്ടങ്ങൾ ഓടുന്നത് നല്ലതാണ്, പക്ഷെ അതിൻ്റെ ഇടയ്ക്കും ഇത് നമ്മൾ ബേസായിട്ട് കാണണം. അത് കണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു സാധനം. കാര്യം 4-മത്തെയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വലിയ പാഠം പിടിച്ചെടുക്കാനായിട്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞ് ഉള്ള കൗണ്ടറുകൾ ഇതിന് മുമ്പേ വരാത്തതും ഫ്രഷും ആയിട്ടുള്ള സാധനങ്ങൾ തന്നു. അത് നിങ്ങളുടെ നാട്ടുകാരുടെ മുമ്പിൽ തന്നെ നിങ്ങൾക്കത് അവതരിപ്പിച്ച് കാണിക്കാനുള്ളൊരു അവരുടെ പ്രോത്സാഹനമാണ് നിങ്ങളുടെ ഇന്നത്തെ ഹൈപ്പിൻ്റെ ഏറ്റവും വലുത്. കാര്യം നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്തോരം ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും അവർ. ഈ സ്റ്റേജിൽ വെച്ചിട്ട് വേണം നമ്മളത് തിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഇനിയും മെനക്കെടുക. ഇതൊന്നും മാറ്റി നിർത്താനല്ല, എല്ലാം ഗംഭീരമായിരുന്നു. ചെറിയ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അതൊന്നും സാരമില്ല, വിലക്കെടുക്കുന്നില്ല. അപ്പം ഇനിയും മുമ്പോട്ട് അങ്ങനെ തന്നെ ആകുക. ഓൾ ദ ബെസ്റ്റ്. ഹരി, സുജിത്തെ, രാജേഷേ, നല്ല സ്കിറ്റായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയതിൽ എന്നാൽ എനിക്കും വളരെ പേഴ്സണലി ഞാനും ഹാപ്പിയാണ്. നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ചക്കരക്കുട്ടന്മാരാണ് 3 പേര് നിൽക്കുന്നത് അല്ലേ? അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ ഏറ്റവും നല്ല ഏറ്റവും ഹിറ്റായ പ്രോഗ്രാമിന്റെ ഒപ്പം തന്നെ കിടപിടിച്ചു. ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഞങ്ങളുടെ ജില്ലക്കാരായ 3 കലാകാരന്മാരെയും കൊടുവണ്ണ
വരുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ കരയോഗത്തിൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അടിപൊളി അടിപൊളി അടിപൊളി. സന്തോഷം സന്തോഷം. അല്ല, ഒരു നാട്ടിൽ നിന്നൊരു ഹൈപ്പ് ഉണ്ടാകുന്ന പറഞ്ഞാൽ വലിയ പാടാണ്. അത് ഇവര് തന്നിട്ടുണ്ടോ ഓൾറെഡി നിങ്ങൾക്ക്? എല്ലാവരുടെ കടയൊക്കെ എങ്ങനെ വന്നു? പൊടിയങ്കച്ചേട്ടൻ്റെ കടയൊക്കെ പോകാറുണ്ടോ? കടയിൽ പോകാറുണ്ടോ? ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കടയിൽ പോയാൽ നമ്മുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞത് നല്ല ഭയങ്കര കച്ചവടമാണ്, ഭയങ്കര എന്താ പറയുന്നത്, അവിടെ തിരക്കാണ്, കയറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. ആ കൂട്ടുകാരൻ ഏതാ? ഇങ്ക് സ്പോട്ട് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫ്ലെക്സ് കടയുണ്ട്. അപ്പൊ നമ്മുടെ മാറ്ററുകളും കാര്യങ്ങളെല്ലാം കൂടുതൽ അവരെ ചെയ്യുന്നത്. അപ്പൊ അവര് ഹായ് പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ക് സ്പോട്ടിന്റെ എല്ലാ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് പൊടിയം കൊച്ചേട്ടന്റെ ചായക്കടയിൽ പോയി ഭക്ഷണം കഴിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു വലിയ ഹായ്. ഒരുപാട് ഒരുപാട് സന്തോഷം, ഒരു വലിയ ഹായ്. ഒപ്പം ഞങ്ങളുടെ കുടുംബ നിവാസികൾക്കും കുടുംബ നിവാസികൾക്കെല്ലാം ഒരു വലിയ ഹായ്. എല്ലാവർക്കും വലിയ ഹായ് കേട്ടോ. എല്ലാ ആ ഏരിയയിലുള്ള ഇനി പറയണ്ട, എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു വലിയ ഹൈ കേട്ടോ. നാടിന് മൊത്തം അമ്മച്ചി സമാധാനമായിട്ടിരുന്നു, എല്ലാവർക്കും കൊടുത്തു. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബശ്രീ ഉദയ കുടുംബശ്രീയാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഹൈ പറയണം. എല്ലാ തൊഴിലുറപ്പ് ഞങ്ങൾക്ക് ഉദയ കുടുംബശ്രീക്കാർക്ക് ഇവിടെ വരാൻ ഒരു ചാൻസ് കൂടെ തരണമെന്നും പറഞ്ഞു. ഉദയ കുടുംബശ്രീക്കാർക്ക് ഇവിടെ വരാൻ തീർച്ചയായിട്ടും ഒരു അവസരം ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും വെയിറ്റിംഗ് ആണ്. തൊഴിലുറപ്പിലെ എല്ലാ സഹോദരിമാർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വലിയ നല്ലൊരു സ്കിറ്റും പഠിച്ചുകൊണ്ട് വേണം വരാൻ. അതല്ലേ, ഞാൻ പേഴ്സണലി ഒരുപാട് ഹാപ്പിയാണെന്ന്. കാര്യം എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ കൂളായിട്ടാണ് ഇന്ന് പെർഫോം ചെയ്തത്. ഒരാളുടെ മുഖത്തും ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ഞാൻ അമ്പരന്ന് നിൽക്കുകയായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവരിൽ ആരെങ്കിലും ഒന്ന് ടെൻഷൻ അടിച്ച് എന്തെങ്കിലും സാധനം മിസ്സാകുമോ എന്ന് വിചാരിച്ചു. ഒന്നും മിസ്സായില്ല. സുജിത്തെ ചക്കരെ പൊള്ളിച്ചടുക്കുന്നു. സുജിത്തിനെ നമ്മൾ ഇന്ന് വരെ ഈ വേദിയിൽ കണ്ടിട്ടുള്ള ഒരു പെർഫോമൻസേ അല്ലായിരുന്നു ഇന്ന്. വേറെ ആരോ ഒരാൾ, മനസ്സിലായില്ലേ, വേറെ ഏതോ ഒരു പെൺകുട്ടി, നമ്മൾ എവിടേക്കോ കണ്ടിട്ടുള്ള ഒരു പരിചയമുള്ള പെൺകുട്ടി നിന്ന് പുഷ്പം പോലെ നിന്ന് വെച്ചലക്കുകയാണ്. സുഹൃത്തെ കേട്ടോ, അടിപൊളിയായിരുന്നു. സുഹൃത്തിന് മറ്റ് ക്യാരക്ടേഴ്സിലൊക്കെ വരുമ്പോൾ സുഹൃത്തിന് എന്തോ ഒരു പതർച്ച, ഒരു ഇതൊക്കെ തോന്നാറുണ്ട്, ഒരു പിടുത്തമൊക്കെ. ഇന്ന് ഒരു ടെൻഷനും സുഹൃത്തിൻ്റെ മുഖത്തിലായിരുന്നു. സുഹൃത്ത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ, രാജേഷ് ടീച്ചറിന്റെ ഭാഗങ്ങൾ വളരെ കൃത്യമായിരുന്നു. ആദ്യത്തെ ലൈനൊക്കെ കറക്റ്റ് ഉഗ്രൻ കമന്റ് ആയിരുന്നു കേട്ടോ. അത് അവിടെ വന്ന ഒരു ഡിലേയും ഒക്കെ. ആദ്യത്തെ ലൈൻ ഏതാ ടീച്ചറെ ഇവിടെ പറയാമെന്ന് അറിഞ്ഞൂടാ. എന്തോ ഒരു കൈയുടെ നമ്മൾ കൊടുക്കണം അല്ലേ? എന്താ ഇത്രയും ഭംഗിയായിട്ട് സാരി ഉടുപ്പിച്ചത് ചേച്ചി? ആരേത് ചേച്ചി? സിന്ധു ചേച്ചി. അപ്പൊ സിന്ധു ചേച്ചിക്ക് ഞങ്ങളുടെ വക ഒരു ഹായ് കേട്ടോ. സനില സനില ചേച്ചിയാണ്. ഓക്കെ, അപ്പം സനില ചേച്ചിക്കും ഞങ്ങളുടെ വക ഒരു ഹൈ. നന്നായിട്ടുണ്ട് സാരി ഉടുപ്പിച്ച്. അതുപോലെ തന്നെ ഹരി മുത്തേ പൊളിയായിരുന്നു കേട്ടോ. ഓരോ സാധനങ്ങൾ കലക്കനാണ്. ഹരി വെറുതെ ഇരുന്ന് പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് മറ്റേ കുട്ടി അങ്ങ് ഇറങ്ങിപ്പോയി പോയടനെ, അവള് പോയടനെ ഇനി എൻ്റെ നെഞ്ചത്തോട്ട് കയറി ഇരുന്ന് പറയുന്ന ചില സാധനങ്ങളുണ്ടല്ലോ. ഓരോട്ടെട്ട് ഇരിക്കട്ടെ ഒരു 16 ഒക്കെ ചിന്തിക്കാൻ പറ്റാത്ത തമാശകളായിരുന്നു. പിന്നെ നിങ്ങൾ വളരെ ബ്രില്യൻ്റ് ആയിട്ട് നമ്മുടെ ചാക്കോ സാറിൻ്റെ ഒരു കോളിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മുടെ സുഹൃത്ത് ബാക്കി പുറത്തേക്ക് പോകുന്നു. സുഹൃത്ത് അവിടെ നിന്ന് കോൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കൃത്യമായിട്ട് കയറി വരുന്നു. ഒക്കെ സുഹൃത്ത് വളരെ രസമായിട്ട് സുഹൃത്ത് ഹാൻഡിൽ ചെയ്തു കേട്ടോ. സുഹൃത്ത് അത് വന്നു കഴിഞ്ഞാൽ ടീച്ചറെ കയറിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പോയിരിക്കുന്ന ഇരിപ്പും എല്ലാം കൊണ്ട് ഞാൻ പേഴ്സണലി നല്ല ഹാപ്പിയാണ്. പിന്നെ നസീർക്ക് പറഞ്ഞതുപോലെ ഇനിയും ഇതിനുവേണ്ടി നന്നായിട്ട് കഷ്ടപ്പെടുക. നിങ്ങൾക്ക് ഒരുപാട് ഉദ്ഘാടനങ്ങളും ഒരുപാട് സ്വീകരണങ്ങളും ഒരുപാട് പ്രോഗ്രാംസുകളും ഉണ്ടാവട്ടെ. അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രാർത്ഥനയും. ഒപ്പം ഇവിടെയും വന്ന് ഇതിലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനും നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ്. നല്ലൊരു കൈഡ് കൊടുക്കും. ഓക്കെ, സന്തോഷ വാർത്ത പറഞ്ഞോളൂ. ഈ വസ്തു ഇല്ലെന്ന് ഇങ്ങനെ ഒരു അതെ, നമ്മുടെ പ്രോഗ്രാമിൽ ഫാമിലി വന്നപ്പോഴാണ് എന്ന് പറഞ്ഞൊരു വീട് ആഗ്രഹമുണ്ട്. 2 പേരിങ്ങനെ വസ്തു വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഓ, വെരി ഗുഡ്. എന്തായാലും ഒരുപാട് സന്തോഷം. ആ നല്ല മനസ്സിന്, ആ നല്ല തീരുമാനത്തിന് ഫ്ലവേഴ്സ് ടിവിയുടെ ഇത് ഐറ്റം വേറെ എന്ന ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ ക്രൂവിൻ്റെ വകയായിട്ടൊരു വലിയ നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എത്രയും പെട്ടെന്ന്. നല്ല പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും. അവരും നമുക്ക് എന്തായാലും ഫ്ലോറിൽ അതിനുശേഷം അവരെയും കൊണ്ടുവരണം. തീർച്ചയായിട്ടും അത് കൊണ്ടുവരണം. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ നാട്ടുകാരുടെ പ്രാർത്ഥനയും അവരുടെ ഫുൾ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരിന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ സമ്മാനങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞതാണല്ലേ? ഓ, ശരി. അപ്പോൾ പ്രചോദന നസീർക്ക് നമുക്കും കൊടുന്നു സ്റ്റേയിലേക്ക്.
പ്രചോദനം നമുക്ക് ആ ചടങ്ങിലോട്ട് കടന്നു. തീർച്ചയായിട്ടും. കാര്യം അതൊരു വലിയ അനുഗ്രഹമാണ്. ഇതിനു വേണ്ടിയിട്ട് നാട്ടുകാരിൽ നിന്നുള്ള 2-3 പേരെ നമുക്ക് ഇങ്ങോട്ട് പ്ലീസ് ഒരു നല്ല കൈരൂടെ നമുക്ക് 3 പേര്. ഞങ്ങളുടെ ഒരു ചെറിയ ഉപഹാരമാണ്. ഓരോരുത്തരുടെയും ഫോട്ടോ വെച്ചിട്ട് നമ്മുടെ കരയോഗത്തിന്റെ പേരും അതിൽ പ്രിന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ ഉപഹാരം, ഒരു സ്നേഹാദരം. അത്ര അല്ലേ? അപ്പൊ എന്തായാലും കരയോഗത്തിലെ എല്ലാവരോടുമുള്ള ഞങ്ങളുടെ വക പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ കലാകാരന്മാരോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന്, ഈ ഒരു ആത്മാർത്ഥതയ്ക്ക് ഇതെന്നും ഉണ്ടാവണം എന്നും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ചടങ്ങിലോട്ട് കിടക്കാം. അല്ലേ നസർക? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി മാർക്സിലോട്ട് പോരാ നസർക? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോ ആദ്യം നസർക തന്നെ കൊടുക്കട്ടെ. ഞാനൊരു 15,000 രൂപ കൊടുക്കുകയാണ്. 15,000 രൂപ. അടിപൊളി. നസർക 15,000 രൂപ തന്നിട്ടുണ്ട്. കാശിന് അത്ര ഹാപ്പി ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു 15,000 രൂപ തന്നിരിക്കുന്നു. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് ഹാപ്പി ആയിട്ടുണ്ട്. സുഹിത്തിന് എപ്പോഴും ഹാപ്പി ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഹരിയുടെ മുഖത്ത് ചെറിയൊരു ടെൻഷനുണ്ട്. ഒരു ലാസ്റ്റ് അറിയാം. അപ്പൊ എന്നാ ഫൈനൽ പ്രചോദനം? ഓക്കെ, അപ്പം ഞാൻ കൊടുത്തേക്കാം അല്ലേ? ഫൈനൽ കൊടുക്കാം. അവിടെ 60,000 രൂപയാണ് നമ്മുടെ പത്തനംതിട്ട ടീമിന് കിട്ടിയിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത വരവിൽ ഇതിലും ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരിക്കൽ കൂടെ പറയുകയാണ്, മറക്കരുത് സ്റ്റേജ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ. ഞാൻ ഇതിന്റെ ഇടയ്ക്കുണ്ടോ? ഞാൻ ഇതിനെ പ്രത്യേകിച്ച് ചെയ്തത് നമുക്ക് അവിടെ പോയിരിക്കാം. വാ. അടുത്ത ടീമിനെ വിളിച്ചാലോ? വിളിക്കാം. ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഈ വേദിയിൽ വന്നിട്ട് ഐറ്റം വേറെ വേദിയിൽ വന്നിട്ട് കേരളത്തിൽ ഒരുപാട് ഫാൻസിനെ സൃഷ്ടിച്ച അവരുടെ പെർഫോമൻസ് കൊണ്ടും ആ ഒരു കോമ്പിനേഷൻ കൊണ്ടും ഒക്കെ അവരുടേതായ ഒരു ഫാൻസിനെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഗംഭീര ടീമാണ് വരാൻ പോകുന്നത്. അതിലെടുത്ത് പറഞ്ഞ് അവരുടെ പേരെടുത്ത് പറഞ്ഞ് നമുക്ക് വിളിക്കണം. ആരൊക്കെയൊക്കെ? സുധീഷ്, ദീപ്തി ആൻഡ് ബിജു വർഗീസ്. എടാ പുലി ഇറങ്ങിയടാ. അങ്ങോട്ട് വരാ, കുന്നിന്റെ മണ്ടയിലോട്ടാ കയറി പോയത്. എടാ നോക്കി. അയ്യോ, പുലി പിടിച്ചില്ല. അയ്യേ, നമ്പറല്ല മെമ്പറല്ല, നിങ്ങളുടെ നമ്പറല്ല എന്നെ വന്ന് മുട്ടാനായിട്ടുള്ളത്. എടി നീ എന്തോന്നടി അറിഞ്ഞോണ്ടിറങ്ങി? എടി കരിമ്പുലി ഇറങ്ങി. ജീവൻ വേണം വീട്ടിനകത്ത് കയറി പൊടി അങ്ങോട്ട്. കരിമ്പുലി ഇറങ്ങിയത് എന്റെ അടുക്കള മുറ്റത്തല്ല, ഇല്ലേ കുന്നിന്റെ മണ്ടല. അയ്യോ, ഇല്ല, ആൾക്കാരൊക്കെ അങ്ങോട്ട് ഓടണം നോക്ക്. എല്ലാരും അങ്ങോട്ട് പോയാ? ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ല. മനുഷ്യരുമില്ലേ? ഇല്ല. അതുകൊണ്ടല്ലേ നൈസായിട്ട് ഞാൻ കുറവ് ഇങ്ങോട്ട് തന്നെ വന്നത്. എന്താണ്? അല്ല, ഇവിടെ പുലി ഇറങ്ങിയല്ലോ. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു തരാം. ആട് മെമ്പറേ, ആട്. സാഹചര്യം ഇതായി പോയി. എന്നാലും നീ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ആട് പാമ്പേ, ആടാട് പാമ്പേ, ആടാട് പാമ്പേ. മതിയാ? നിങ്ങൾ എന്ത് കോപ്രായത്തരൊക്കെയാണ് ഈ കിടന്ന് കാണിക്കണത്? എന്തോന്ന് ഇത് നോക്കണ എന്റെ ആടിന്റെ കുറ്റിയും പാത്രം കിടക്കണം. അയ്യോ, കുറ്റി മാത്രമേ ഉള്ളൂ. ആ ആടിനെ കൊണ്ട് പുലി പോയി. ഏതാടിനെ കൊണ്ട്? എന്റെ ഗംഗാധര മുട്ടനാടിനെ കൊണ്ട്. ലോകത്താരെങ്കിലും ഒരാടിന് ഗംഗാധരൻ എന്ന് പേരിടുവാടേ? എന്തൊരു വിളിച്ച പേരിത്? ഞാനിട്ടതാണ്. അത് ഈ കാണുന്ന നാട്ടുകാർ മുഴുവൻ പറയണത് അങ്ങേരുടെ ആത്മാവ് ഈ മുട്ടനാടിന്റെ മേത്ത് കയറിയേക്കണേന്നാണ്. ഉള്ളതാണ് സത്യം. ഈ ആത്മാവ് മുട്ടനാടിന്റെ ദേഹത്ത് കയറിന്നുള്ള തെളിവെന്താണ്? തെളിവെന്താന്ന്? ഇല്ല, ഇങ്ങോട്ട് വന്നിട്ടേ. ഇല്ലേ, ഫാക്ടറിയിലെ പെണ്ണുങ്ങൾ 4 മണിക്ക് പണിയും കഴിഞ്ഞ് ഇതിലേ കൂടി പോകാൻ വേണ്ടില്ല. കുറ്റിയും പറിച്ച് മുട്ടനാട് ഒരു ഓട്ടം ഉണ്ട്. ഇവിടെ വന്ന് നിൽക്കും ഈ വേലിക്കേലി. എന്നിട്ടൊരായവിറക്കലും. അപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങേരുടെ ആത്മാവാണ് ആടിന്റെ മേത്തെന്ന്. അപ്പൊ കറക്റ്റ് തന്നെ. ഈ ആടില്ലേ, ആടിനെ പുലി പിടിച്ചാൽ കറക്റ്റ് ആണ്. എന്തിനാന്ന് നിങ്ങൾ പെണ്ണുങ്ങളെന്നല്ലെങ്കിൽ വലിച്ച് 4ആയിട്ട് കീറി കളഞ്ഞാന്. അയ്യോ, ദൈവദോഷം പറയല്ലേ മെമ്പറേ. ആടിന്റെ എന്ന് പറയാൻ ഇനി മിച്ചമുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. ഇത് കയ്യിലോട്ട് പിടിക്കും. നോക്കി ഇരിക്കുമ്പോ ഒരു ഇഷ്ടമൊക്കെ വരും. പിന്നെ താജ്മഹലല്ലേ എടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇഷ്ടം കൂടിക്കൊണ്ട് വരാ. ആടും പോയി, കാട്ടവും പോയി, എന്തോ ചെയ്യും. ഒരാടല്ലേ പോയത്, പോണെങ്കി പോട്ട്. ഒരാടാ
നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എന്റെ ഒഴിഞ്ഞ കിടക്കണ ഈ കോഴിക്കൂട് കണ്ട ഞാൻ അതിനകത്ത് കയറി കമന്ന് കിടക്കണോ? അതല്ലെന്ന് എന്റെ ഈ പെടക്കോഴിനെ കൊണ്ടുപോയാ പുലി കോഴിയെ കൊണ്ടുപോയാ? ആ ഒന്നുമില്ല മാസത്തിൽ 40 മുട്ട വെച്ചിട്ടിരുന്ന എന്റെ കോഴിയാണ്. കണക്കങ്ങോട്ട് കറക്റ്റ് ആവില്ലല്ലോ. മാസത്തിൽ 30 ദിവസമേ ഉള്ളൂ. പിന്നെ എങ്ങനെ 40 മുട്ട വരും? അതവള് നിന്ന നിപ്പില് മറ്റേ ഓവർ ടൈം എടുത്തിട്ട് 10 മുട്ട വേറെ ഇടും. ഓവർ ടൈം എടുത്തിട്ട് കോഴി മുട്ട ഇടുക? അപ്പൊ ബംഗാളിൽ നിന്ന് വന്ന കോഴി തന്നെ. ആ എന്റെ ആ കോഴീനെ പിടിച്ച പുലിനെ പുലി പിടിക്കണേ ഭഗവാനെ. ഇതെന്തോന്ന് പറയണ? പുലി പിടിക്കാനാ? ശരിയാണല്ലോ, ഞാൻ ഇത് എന്തൊക്കെയാ പറയണ. എന്റെ ആ കോഴി പോയി, ആട് പോയി, എന്റെ കെട്ടിയോനും പോയി. ആ പിടിക്കും മെമ്പറേ പിടിക്കും. എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. നിനക്കാ? എനിക്ക് താല്പര്യമുണ്ട് പിടിക്കുന്നു. ദൈവമേ, നീ ഉള്ളത് സത്യമായിട്ടാണോ പറയണത്? ആ നാട്ടുകാരെങ്കിലും അറിഞ്ഞ കുഴപ്പമുണ്ടോ? നാട്ടുകാരൊക്കെ അങ്ങോട്ട് കാണണമെങ്കിൽ കാണട്ടെ. ഇതൊക്കെ ഒരു അന്തസ്സല്ലേ? ഇതിനും ഉണ്ട് അന്തസ്സും ഗമയൊക്കെ. അല്ലാണ്ട് നിങ്ങൾ പുലി പിടിക്കണേന് നിങ്ങൾക്കല്ലേ അതിന്റെ അന്തസ്? പുലി പിടിക്കണേനാ? ആ. പുലി എന്റെ പട്ടി പിടിക്കും. ഞാൻ പോണ വീട്ടില്. അല്ലേ അതെ ഇങ്ങനെ വന്ന് നിങ്ങളിത് എങ്ങോട്ടാ പോണ? നിങ്ങളെ ഞങ്ങൾ വോട്ട് വിജയിപ്പിച്ചു നിർത്തേക്കണം ഞങ്ങളുടെ നാട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അയ്യോ, വോട്ട് തന്ന് വിജയിപ്പിച്ച അത് വോട്ട് തന്നവര് പറഞ്ഞാ കേൾക്കാൻ ഒരു സുഖമുണ്ട്. നീ എനിക്ക് വോട്ട് തന്നാ? ഇല്ല. വോട്ട് ചോദിച്ച് ഇലക്ഷൻ സമയത്ത് ഞാൻ അവളെ വീട്ടിൽ ചെന്ന് കഥകിൽ മുട്ടിയപ്പോഴേ നീ എന്തോന്നാണ് പറഞ്ഞത് ഓർമ്മയുണ്ട? പച്ചത്തെറി നട്ടപ്പാതിരൊക്കെ എന്റെ അടുക്കള വാദിക്കൊന്ന് മുട്ടിട്ടാണോ വോട്ട് ചോദിക്കുന്നത്? രാത്രി 2 മണി നട്ടപ്പാതിരാത്രി. ആ രാത്രി 2 മണിക്ക് തന്നെ വന്ന്. അതെ ഇവിടെ നിന്ന് കഥ പറയല്ലേ. പുലിനെ പിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് പറ. പുലിയെ നമുക്ക് മെറ്റൽ നിറഞ്ഞിട്ടാലാ? തിരിച്ചറിഞ്ഞാലാ? തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ മറച്ചിട്ട് ഇറങ്ങണം. അതല്ല പുലി ആ മെറ്റലെടുത്ത് തിരിച്ച് നമുക്കിട്ട് എറിഞ്ഞ എന്ത് ചെയ്യും? അപ്പൊ പണി വാളും. ആ പാട്ടെടുത്താലാ? ഒരു കാര്യം ചെയ്യ്, ആട്ട എടുത്തോണ്ട് വാ. നമുക്ക് എന്റെ ഒരു കൂട്ടാന്റെ റിസോർട്ട് ഉണ്ട്. അവിടെ ചെന്ന് കുറെ ദിവസം നിന്നിട്ട് പുലിയൊക്കെ പോയതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാം. അയ്യോ ഓട്ടോ എടുക്കണ കാര്യമല്ല പറഞ്ഞ. പാട്ടയില്ലേ, പാട്ട കൊട്ടി പേടിപ്പിച്ചാ പുലി ഓടിക്കളെ. പാട്ട കൊട്ടിയ പുലി ഓടില്ല. ഞാൻ പാട്ട് എടുത്തോണ്ട് വരാം. പാട്ട ഇരട്ടത്തായി ഇരിക്കണത് ഞാനും കൂടെ വരാൻ പേടിച്ച്. വേട്ടക്കാരൻ വന്നേ, വേട്ടക്കാരൻ വന്നേ, വേട്ടക്കാരൻ വന്നേ. നല്ലൊരു വഴിക്ക് പോകാൻ വേട്ടക്കാരൻ വന്ന്. വേട്ടക്കാരൻ വന്നാ? എവിടെ വേട്ടക്കാരൻ? വിളിച്ചോണ്ട് വരാം. വേട്ടക്കാരൻ വന്നേ. ഇനി ആരും പേടിക്കണ്ട, വേട്ടക്കാരൻ വന്നേ. അമ്മ ദൈവമേ, വേട്ടക്കാരൻ വന്നേ. എന്തടാ? അല്ല എനിക്ക് എൻട്രി ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വന്ന് പറഞ്ഞിട്ട് പോയി. ഉള്ളൊരെണ്ണാണ്ട് അകത്ത് പോവുകയും ചെയ്ത്. അയ്യോ എനിക്ക് മനസ്സിലായില്ല. തുളസി. അയ്യോ തുളസിയില്ല, പനിക്കൂർക്ക വെച്ച് അഡ്ജസ്റ്റ് ചെയ്യോ? അയ്യോ അല്ല, എന്റെ പേരാണ് വെടി തുളസി. അയ്യോ വേട്ടക്കാരൻ വെടി തുളസി. എന്തുമാത്രം കേട്ടേക്കണ് ഞാൻ. അതല്ലേ ഇവിടെ പുലി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയാ. താണ്ട നോക്ക്. പലയിടത്തും പല സ്വീകരണം. ഉണക്കമുന്തിരി എങ്കിൽ ഉണക്കമുന്തിരി. ആകെ ഉണ്ടായിരുന്ന ഒരു പേട്ടാടാണ്. അതിനാണെങ്കിൽ പുലി പിടിച്ചോണ്ട് പോയി. മിച്ചം കിട്ടിയതാണ് ഈ കാട്ടം. എന്തായാലും പുലിയെ ഞാൻ പിടിച്ചിരിക്കും. പിടിക്കണം. മടത്തറ കയറി പിടിക്കണം. ഈ പാലോടെ കുളത്തുപ്പുഴ ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ വല്ല വിഷയമുണ്ടോ? നീ എന്തോന്നാണ് പറഞ്ഞു? പിന്നെ പുലിയെ മടത്തറയിട്ട് പിടിക്കണം എന്ന് പറഞ്ഞു. അല്ല ഞാൻ മട എന്നാണ് ഉദ്ദേശിച്ചത്. ഒരു തറ അഡീഷണൽ ആയിട്ട് കേൾക്കാം. തറയുടെ പേരെന്താണ്? ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്, ജയൻ അമ്പൂരി. എടുത്തു വെക്ക കണ്ണിക്കൊള്ളും. എന്തോന്ന്? എവിടെന്നോ അമ്പൂരി എന്ന് പറഞ്ഞു. അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, പുലിയെ ഞാൻ പിടിച്ചിരിക്കും. ഇത് കണ്ടോ, ഇരട്ടക്കുഴൽ തുപ്പാക്കി. നീ ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ വെടിവെക്കാനല്ല കൊണ്ട് നടക്കണത്, പുലിയെ കാണിക്കാനാണ്. ഇടാ അതല്ല, ഇത് വെച്ച് വെടിവെച്ച് ചെതറിക്കും. വെടിവെച്ച് ചെതലരിക്കുമെന്നാ? നിന്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റും. നീ തർക്കൂത്തരം. നീ എന്തിനാണ് ഇങ്ങനെ വന്ന് തർക്കൂത്തരം പറയണത്? പിന്നെ അങ്ങനെയാണെങ്കിൽ നിനക്കങ്ങ് പുലിയെ പിടിച്ചാ പോരായിരുന്നോ? നന്നായിരിക്കണേ. എനിക്ക് പുലിയെ പേടിയാണ്. മാത്രമല്ല പുലി പച്ചയ്ക്ക് കടിച്ച് തിന്ന് കളയും. പിന്നെ ബാക്കി പുലിയൊക്കെ മയോണൈസ് മുക്കിയല്ലേ തിന്നുന്ന ആൾക്കാരെ. എന്തോന്നാ പറഞ്ഞിട്ട് 6 മെമ്പർ ആക്കി. ഞാൻ മയോണൈസിന്റെ കാര്യമല്ല പറഞ്ഞത്. ഒരു ആവേശം മൂത്ത് പുലി വരുമ്പോ ഞാൻ എടുത്ത് ചാടി എന്ന് വിചാരിച്ചു. ചാടുമ്പോഴത്തെ പുലി എന്നെ കടിച്ചു കയറി കൊല്ലൂലേ. ഈ നാട്ടുകാർക്ക് നല്ലൊരു മെമ്പറെ നഷ്ടപ്പെടൂലേ തുളസി? മെമ്പർ പേടിക്കണ്ട. മെമ്പർ അങ്ങനെ ചത്തുപോയാൽ മെമ്പറിന്റെ ഒരു പ്രതിമ നമ്മൾ പഞ്ചായത്തിന്റെ ജംഗ്ഷനിൽ കൊണ്ട് അങ്ങ് വെക്കും. പിന്നെ നമ്മളെല്ലാരും കൂടി അതിനെ അനാശാസം ചെയ്തോളാം. ചെയ്യാം. നീ എന്തിനാണ് ഉദ്ദേശിച്ചത്? ഈ ആൾക്കാരൊക്കെ വിളിച്ച് തുണിയൊക്കെ മാറ്റി ഇങ്ങനെ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. നീ അനാച്ഛാദനം എന്നാണോ ഉദ്ദേശിച്ചത്? അതിന് അങ്ങനെയാണോ പറയണ്ടേ? എനിക്കറിഞ്ഞോ. എന്തായാലും പുലി വരട്ടെ. ഒരു സാധനത്തിന്റെ കുറവുണ്ട്. ഒരു സാധനത്തിന്റെ കുറവുണ്ട്. എന്തുവാ? അല്ല സാധാരണ വേട്ടക്കാരന്മാര് വരുമ്പോ ഒരു ചാവാലി പട്ടി കൂടെ കാണുമല്ലോ, അതിന്റെ ഒരു കുറവുണ്ട്. അയ്യോ അവന് 1 മാസം ലീവ് കൊടുത്തേക്കുവാ. നിങ്ങളെ ജോലിക്ക് ലീവാ? എടേ അവൻ 11 മാസം ആ പട്ടി എന്റെ കൂടെ പട്ടി കണക്കങ്ങ് ജോലി ചെയ്യും. അവരുടെ ദേശീയോത്സവം 1 മാസം ലീവ്. അതേത് മാസം? കന്നിമാസം. അവനും വേണ്ടേ വിനോദവും വിജ്ഞാനവും ഒക്കെ. വേണം. അപ്പൊ നിങ്ങൾക്കോ? എനിക്ക് 12 മാസവും വിനോദമാണല്ലോ. അയ്യോ പാട്ട കിട്ടി. കിട്ടിയാ? അയ്യോ എന്തോന്ന്?
ഏതാ ഈ മാട്ട സെറ്റപ്പ്? മാട്ട സെറ്റപ്പാ? അല്ല ഈ പാട്ടയും സെറ്റപ്പ് ആയിട്ട് വന്ന് ഇതെന്താ, ഇത് ആരാന്നിത്? ഇത് എന്റെ ഇവിടുത്തെ ഒരു ചെറിയ സെറ്റപ്പാ. അതല്ല, ഇത് ഇവിടുത്തെ ഒരാളാണ്. അമ്പിളിയുടെ ആടിനെ അല്ലേ പുലി ഉറിഞ്ചിക്കൊണ്ട് പോയത്. ആണോ? അമ്പിളി ഒന്നുകൊണ്ടും പേടിക്കണ്ട, വേട്ടക്കാരൻ വന്നില്ലേ. ഒരു ദിവസം കൊണ്ട് പുലിയെ പിടിച്ചിട്ട് പാനാണ് ഞാൻ വന്നത്. കുഴപ്പമില്ല, 1 മാസം ഇവിടെ നിന്ന് പുലിയെ പിടിച്ചിട്ടൊക്കെ ഞാൻ പോകുന്നോള്. അല്ല, എവിടെ കിടക്കും? ഞാൻ ഈ ചായ്പിലൊക്കെ കിടന്നോളാന്ന്. അയ്യോ, ഈ ചായ്പി കിടക്കാൻ പറ്റൂല. കുറ്റി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി പുലി കടിച്ചോണ്ട് പോകും. കണ്ട ഗംഗാരന്റെ കുറ്റി. അകത്തൊരാൾക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവോ? മിക്കവാറും നീ അകത്ത് കിടക്കും. അല്ല, പുലിയെ പിടിക്കണ്ടേ? പുലിയെ പിടിക്കണം. പുലി അങ്ങോട്ടാണ് പോയത്. അപ്പൊ അങ്ങോട്ട് നമ്മൾ പോകരുത്. എന്താണ് പറയുന്നത്? അല്ല, പുലിയെ അങ്ങോട്ടാണ് പോയത്. എന്തുവാ? പുലിയെ പിടിക്കണ കാണാൻ വന്നത്. ദൈവമേ, ഇത്രയും ദൂരം വന്നില്ലല്ലോ, ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും കൊണ്ട്. ഇവനെ കൊണ്ട് പറ്റൂല. പറഞ്ഞു വിടും മെമ്പറെ. പറഞ്ഞു വിടുന്നുണ്ടേ. കൂടുതൽ പറയല്ല അമ്പിളി, ഞങ്ങൾ പാരമ്പര്യമായിട്ട് പുലി പിടുത്തക്കാരാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത് പഴംപൊരി ഇട്ടോണ്ട് പുലിയെ പിടിക്കുന്നത്. എടാ തർക്കൂത്തരം, എന്തോ പാരമ്പര്യമായിട്ടുണ്ട്. എന്റെ അച്ഛനാണെന്നറിയാമോ? അച്ഛൻ കിടിലൊരു പുലിയാ. അയ്യോ, എവിടെ പോണ്? പുലിയാണെന്ന് പറഞ്ഞ അച്ഛൻ. മനുഷ്യന് ജനിച്ചല്ലേ? എടേ, ആലങ്കരമായിട്ട് അങ്ങ് പറഞ്ഞതല്ലേ. അച്ഛൻ ഭയങ്കര പുലിപിടുത്തക്കാരനാ. അതേ കഴിവാണ് എനിക്കും കിട്ടിയത്. അതുകൊണ്ട് അച്ഛന് വേണ്ടി ഞാൻ ഇന്നും ജീവിക്കുന്നു. അപ്പൊ ഇയാൾ കല്യാണം ഒന്നും കഴിച്ചു, കുഞ്ഞമ്മയെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു. ഞങ്ങളെ പഞ്ചായത്തിൽ കണ്ടോല്ലേ? അങ്ങനെ പറയല്ലേ. ഞാൻ കെട്ടിയ പെണ്ണിന്റെ പേരാണ് കുഞ്ഞമ്മ. അവളെ സീസിക്കിട്ട് കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നെന്നാ പറഞ്ഞത്. സീസിക്കാ? അവരുടെ ഒറ്റയടിക്ക് ശ്രീധനം തരാനില്ല. അവർ ഞായറാഴ്ച അണ്ണാച്ചിമാരെ ഘട്ടഘട്ടമായിട്ട് പോയി അങ്ങനെയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലേ, എന്റെ ഭാര്യ ഭയങ്കര സപ്പോർട്ടാണ്. അവൾ ആദ്യമായിട്ട് പ്രസവിച്ച് കിടങ്ങുന്ന സമയത്ത് എന്നെ ഇടുക്കിന്നൊരു വിളി. ഏതിന്റെ ഇടുക്കിന്ന്? ഒന്നിന്റെ ഇടുക്കിന്നല്ല, ഇടുക്കിന്ന് വിളിക്കുന്ന പുലി ഇറങ്ങി അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി. അങ്ങനെ ഞാൻ നേരെ പുലി പിടിക്കാൻ പോയി. പുലി മിസ്സായി. ഞാൻ വീട്ടിൽ വന്ന് ഒരാഴ്ച കമന്ന് കിടന്നങ്ങ് കരച്ചിലോട് കരച്ചില്. അങ്ങനെ അടുത്ത വർഷം ഇപ്പൊ വീണ്ടും ഒരു കുഞ്ഞ് ജനിച്ചു. അപ്പോഴും ഇതുപോലെ വിളിക്കുന്നു, കട്ടപ്പനെ പുലി ഇറങ്ങി അങ്ങോട്ട് വരാം. വീണ്ടും പോകുന്നു, പുലി മിസ്സാവുന്നു, വരുന്നു, 1.5 ആഴ്ച കമന്ന് കിടന്ന് കരയ്ക്കുന്നു, വീണ്ടും കുഞ്ഞാവുന്നു. അങ്ങനെ ഒരു 8 തവണ കമന്ന് കിടന്ന് കരഞ്ഞ് 8 കുട്ടികളുണ്ട്. അപ്പം വീട് വിട്ട് വേട്ടയ്ക്ക് പോയിട്ടില്ല സാർ. അങ്ങനെയല്ല, പുലിയെ പിടിക്കാൻ ഞാൻ റെഡിയാണ്. എങ്ങനെ പിടിക്കുമെന്ന് പറ. ഈ വല കണ്ടോ? ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ പുലി ഇങ്ങോട്ട് വരുന്നു, നമ്മൾ എടുത്തങ്ങ് ഇടുന്നു. വല വെച്ചാണോ പിടിക്കണത്? കണ്ടിട്ടില്ലേ? പിന്നെ നമ്മൾ ഒഴുക്കില്ലാത്തയാണെങ്കിൽ ഒരൊറ്റ ഇടിയിലിട്ട് ഞാൻ ഒരു 7-8 വരാലങ്ങ് വീഴും. ആരാ വരാലെന്ന് പറഞ്ഞേ? നീ പറഞ്ഞു. അതാരാ പറഞ്ഞു? അവിടെ നിന്ന് കണ്ടു പറഞ്ഞു. എന്റെ ദൈവത്തിനാണ് നീ പറഞ്ഞു വരാലെന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരയം പുലി എന്നാ ഉദ്ദേശിച്ചത്. ആണോ? പിന്നെ അങ്ങനെ അതിനെ അങ്ങോട്ട് കിട്ടിയിട്ട് ചെകിളെ അങ്ങോട്ട് പോക്കി 3-4 ഈർക്കിൽ കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോളത്തിട്ടാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അന്ന് കുടംപുളി ഇട്ട് കറി വെക്കാം. നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നപ്പോ തൊട്ട് കളിയാക്കണം. നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഒറ്റരാണ് പുലി ഇങ്ങോട്ട് ഇറങ്ങുന്നത്. അതല്ല, ഈ കാട്ടിൽ നിന്നൊക്കെ ഓരോ പുലി ഇങ്ങനെ നാട്ടിലോട്ട് വരും. വന്ന ഉടനെ നിങ്ങൾ അവരെ പിടിക്കാൻ വേണ്ടി ആട്, മുയൽ ഇതിനെയൊക്കെ വെച്ച് കൂട്ടിന്റെ അകത്ത് വെക്കും. പുലിയെ നേരെ പിടിക്കുന്നു, വണ്ടി കൊണ്ട് വീണ്ടും കാട്ടിലാക്കുന്നു. സത്യം പറയില്ല, ഈ പുലി എന്നൊക്കെ പറഞ്ഞു അവിടെ പോയി പറയും, എടി ഇവിടെ കിടന്ന് ഇങ്ങനെ അനുഭവിക്കില്ലേ, നാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ആഹാരം തരും, 1 സൈഡ് മാത്രം നടന്നാൽ മതി, ബാക്കി സൈഡ് ഒരു വണ്ടി കൊണ്ട് ആക്കുന്നു. ഇത് കേട്ട് ഞാൻ കൊതിയം പുലികൾ അവിടെ നിൽക്കുവോ? അങ്ങനെ വരണതാ. ഇതൊക്കെ മനസ്സിലാക്കടി അമ്പഴ. ഉണ്ട ഇവിടെ വേവൂല. അപ്പുറത്തെ വാർഡ് സെക്രട്ടറി ആണെന്ന് തോന്നുന്നു 2 ടോർച്ചും കൊണ്ടുവരണം. നിങ്ങൾ ബാക്കിയുള്ള ഏർപ്പാട് ചെയ്യും. ചോദിക്കും മെമ്പർ എന്തായിരുന്നു? തുളസി, ഇവിടെ വാർഡ് മെമ്പർ ആണത്. ഇവിടെ പുലിയുടെ കണ്ണാണ്ടത് പുലിയെ പിടി. പക്ഷെ മെമ്പറുടെ ധൈര്യം ഇങ്ങനെ കല്യാണൊക്കെ നിക്കണല്ലേ. ആർക്ക് ധൈര്യം? പേടിച്ചിട്ട് കൈയും കാലും പെരുത്തുപോയി. മെമ്പർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, പുലിക്ക് അതിന്റെ ആഹാരം കിട്ടിയാ പൊക്കോളും. ഈ സമയത്ത് എന്തോന്ന് ആഹാരം എടുത്തിട്ട് കൊടുക്കാൻ ഞാൻ നിക്കുമല്ലേ 80 കിലോ ഇറച്ചി. നാട്ടുകാരെ, പുലി ഇറങ്ങി. ഉള്ള ആടിനെയും കോഴിയെ പട്ടിയൊക്കെ വീട്ടിനകത്ത് കയറ്റി കെട്ടിക്കോ. പുലി ഇറങ്ങി. അയ്യോ അയ്യോ അയ്യോ, മെമ്പർ എന്റെ ജിമ്മിപ്പൊട്ടി. മെമ്പർ എന്റെ ജിമ്മിപ്പൊട്ടിനെ പുലി കൊണ്ടുപോയി. ഒന്നും സംഭവിക്കില്ല. നമ്മളെ വേട്ടക്കാരൻ വെടി തുളസിയിലേ പോയിക്കണത്. പുലിയേം കൊന്ന് പട്ടിയം കൊണ്ട് വരുമോ? അവൻ ധൈര്യമായിട്ട് ഇരുന്നീ. എന്റെ തോക്കിരി പോണ്ട. അങ്ങോട്ട് വരല്ലേ. പാത്തിക്കടിച്ചാൻ കിടത്തും. നിന്നെ ഞാൻ ഇത് തീർക്കുവേ, ഞാൻ പറഞ്ഞേക്കാം. വേട്ട തുടങ്ങി. കിട്ടി. അല്ല, എനിക്ക് കണക്കിന് കിട്ടി. എന്തുവാ അത്? അതെന്റെ ജിമ്മിപ്പട്ടിയുടെ കൂട്. അതിനെങ്ങനെ പൊതിഞ്ഞിട്ടേക്കണേ? അയ്യോ, നീ അതിനകത്താണോ ചെന്ന് കയറി കൊടുത്തത്? അയ്യോ എടാ, അതിനകത്ത് എന്താണെന്നറിയാമോ? ഈ പട്ടി ആരെ കണ്ടാലും കടിച്ചു കയറി കളയും. ഭക്ഷണം കഴിച്ചിട്ടില്ല. അതാ കമ്മൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി ഭക്ഷണം ഇല്ലാതെ. ഞാൻ പോണ്. നീ പോയി കഴിഞ്ഞാ ഇവിടെ പുലി ആര് പിടിക്കോടാ തുളസി? എന്നെയും കാട്ടി കിടിലൊരുത്തരുണ്ട്. പറ.
നിങ്ങളുടെ ഈ ജിമ്മി പട്ടി അതിനെ അങ്ങോട്ട് അഴിച്ചു വിട്. അതിനടിച്ചു വിട്ട അവന്റെ ആർത്തിയും വിശപ്പും വെച്ച് ഈ കേരളത്തിലൊക്കെ പുലിയേ കാണൂല. ഞാൻ വീട്ടിൽ പോവുക. നീ എവിടെ പോണ്? എന്തുവായാലും ഈ പുലി മിസ്സായല്ലോ. എനിക്ക് വീട്ടിൽ പോയി ഇനി 1.5 ആഴ്ച കമന്ന് നടന്നൊന്ന് കരയാണ്. തുളസി അമ്പൂരി. ദീപ്തി, ബിജു ആൻഡ് സുധീഷ് നല്ലൊരു കൈഡി കൊടുക്കാം. പുലിപിടുത്തം അല്ല പ്രജോദേ, പുതിയ പുലിപിടുത്തം. നമുക്ക് കമന്റ്സിലോട്ട് പോയാലോ? നസീർക്ക് തന്നെ തുടങ്ങാം. അല്ല, നമ്മൾ ഒരു പുലിപിടുത്തമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വാറൂണിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷെ വാറൂണിലേക്ക് പോയില്ല. പുലി എന്താന്ന് പോലും അറിയാത്ത ഒരാൾ പുലിയെ പിടിക്കാൻ വരുന്നു. കൊള്ളായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. മോശമെന്ന് പറയാൻ പറ്റിയല്ല. സബ്ജക്റ്റ് പുതിയതാണ്, ഉള്ള കൗണ്ടറുകൾ പുതിയതാണ്. എന്നാൽ പൊട്ടിച്ചിരി ഉണ്ടോയെന്ന് ചോദിച്ചാൽ പൊട്ടിച്ചിരിയുടെ ഒരു കുറവുണ്ട്. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാമെന്ന്. ദീപ്തി എന്താ മോനെ ഒരു ഡൗൺ പോലെ ഇരിക്കുന്നത്? നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, കുറച്ചുകൂടെ എനർജി ആയിരുന്നല്ലോ. പോയി കുറച്ച് നാളുകളായിട്ട് അസുഖമായിട്ടിരിക്കുകയായിരുന്നല്ലേ മോളെ? കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് ചെല്ലുമ്പോ അവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ രാജേട്ടൻ്റെ ഒക്കെ പരിപാടി ഉണ്ടായി, കൊട്ടാരത്തിൻ്റെ ഒക്കെ. ഞങ്ങൾ പരിപാടിയൊക്കെ കാണാൻ പോയി, ചിരിച്ച് സന്തോഷിച്ചിട്ട് ചിറ്റയുടെ വീട്ടിലാക്കിയിട്ട് ഞാൻ പോന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദന വന്നു. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴും അമ്മ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നടന്നാണ് ചെന്ന് ECG എടുക്കാൻ കിടന്നതൊക്കെ. അപ്പോഴൊന്നും ആ ഒരു ഇത് നമുക്ക് തോന്നി. പക്ഷെ ആ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ പെട്ടെന്ന്. എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. എന്താണ് വിയോഗം? എന്നിട്ടും നീ ഇവിടെ വരാനായിട്ടൊരു മനസ്സ് കാണിച്ചല്ലോ. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മണിക്കുട്ടാ നീ അവിടെ പരിപാടിക്ക് നിൽക്കുമ്പോൾ ഞാൻ മരിച്ചെന്ന് പറഞ്ഞാൽ പോലും ആ സ്കിറ്റ് ചെയ്തിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതിയിട്ടാ. എന്നെ അതുപോലെ എന്നെ കുഞ്ഞിലേ തൊട്ട് പരിപാടിക്ക് കൊണ്ടുനടന്നിരുന്നത് എൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ ദീപ്തിയുടെ അമ്മയെ പറ്റിയൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ചപ്പോൾ ഭയങ്കര ഹാപ്പി ആയെന്നൊക്കെ അല്ലേ? അത് ദീപ്തി ഞാൻ കഴിഞ്ഞു അത് അറിഞ്ഞിട്ട് അമ്മേനെ കൂടി പഠിച്ച ഒരുപാട് കൂട്ടുകാരികളൊക്കെ അമ്മേനെ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മണിക്കുട്ടൻ നീ അത് പറഞ്ഞുകൊണ്ട് എന്നെ കാണാൻ എൻ്റെ പഴയ കൂട്ടുകാരികളൊക്കെ വന്നിട്ടാ. ഭയങ്കര സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ അമ്മ ഇവിടെ കൂടെയുണ്ട്, കാരണം ഇന്ന് എൻ്റെ കൂടെ ഇവിടെ വരാമെന്ന് പറഞ്ഞതാണ്. എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റിയില്ലല്ലോ, എനിക്കറിയാം എൻ്റെ അമ്മച്ചൻ്റെ കൂടെ ഇവിടെ ഉണ്ടാവും. ദീപ്തിയെ കൂടാതെ ആരാണ്? സഹോദരനുണ്ടോ ദീപ്തിക്ക്? അതോ അനിയനുണ്ട്. അനിയനുണ്ട് അല്ലേ? അച്ഛനുണ്ട്. ഓക്കെ. അവനും ആകെ ഷോക്കായിപ്പോയി, കാരണം അവനെ കൂടി വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കല അമ്മച്ചി പറഞ്ഞു എനിക്ക് ശ്വാസം മുട്ടലുണ്ടോ എന്നെ, ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വിളിക്കാം. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അവനും പറയണേ ഇപ്പോഴല്ല അമ്മച്ചി എന്നെ ഫോൺ ചെയ്ത് വെച്ചത്, എന്താ പറ്റിയെന്ന് ചോദിക്കണ. എല്ലാരും ചോദിക്കണം. ഇപ്പോഴും അയച്ചു വർത്താനം പറഞ്ഞ് കുറച്ചു നേരം മുമ്പല്ലേ ദീപ്തിയുടെ വണ്ടി കയറി പോയത്, ഇത്രയും പെട്ടെന്ന് എന്ത് പറ്റിയെന്നാ ചോദിക്കണ. ഞാൻ 5 കൊല്ലം എൻ്റെ അമ്മേനെയും കൊണ്ട് ഞാൻ ഓടാൻ തുടങ്ങിയിട്ട് അങ്ങനെ പോകുമെന്ന് വിചാരിച്ച ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അല്ല, അമ്മ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് പോയത്. ദീപ്തി, എനിക്ക് തോന്നുന്നു അമ്മ പെട്ടെന്ന് ആണ് വിയോഗമെങ്കിലും അമ്മ സന്തോഷത്തോടെ ഒരു യാത്ര തന്നെയായിരുന്നു. കാര്യം ദീപ്തിയുടെ ഇപ്പോഴത്തെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. എന്തായാലും ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. ആ സമയത്ത് ഞാൻ വിളിച്ചിരുന്നു ദീപ്തിനെ, ഷൂട്ടിൻ്റെ തിരക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്ന 1-2 തവണ ദീപ്തിയെ വിളിച്ചിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. അമ്മയുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും കേട്ടോ. ഓക്കെ. സ്കിറ്റ് പൊതുവെ നല്ലതായിരുന്നു കേട്ടോ, നല്ല രസമുള്ളൊരു സ്കിറ്റായിരുന്നു. പിന്നെ ബിജു പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പുതിയതായിട്ട്? ആരൊക്കെ ഒന്ന് കൂടെ വന്നിട്ടുണ്ടല്ലോ? വൈഫ്, മോള്. ഓ, വൈഫും എന്നാ വേദിയിലേക്ക് വിളിക്കവരെ ഞങ്ങളൊന്ന് പരിചയപ്പെട്ടു. നമസ്കാരം. എന്താണ് പേരെന്താണ്? ആൻസി. ഓക്കെ. ഇത് മോളുടെ പേരെന്താ മോളെ? അനാമിക ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓക്കെ. എവിടെയാണ് പഠിക്കുന്നത്? തിരുവനന്തപുരം തന്നെ, എഴുത്തച്ഛൻ കോളേജ്. എഴുത്തച്ഛൻ. ബിജു വർഗീസിന്റെ തലയാട്ടൊക്കെ കൃത്യമായിട്ട് തലയാട്ടുണ്ട് ഇങ്ങനെ, അത് കറക്റ്റ് ആയിട്ട് ബിജു അല്ലേ? അതെ. മോൻ ചേച്ചിയുടെ മോനാ. മോന്റെ പേരെന്താണ്? മെസ്സിയോ? ചേട്ടാ മിടുക്ക. ഫുട്ബോൾ കളിക്കുവോ? അത് ശരി. ആരെ പേരിട്ടെ? അടിപൊളി. മെസ്സി ഏതിലാ പഠിക്കുന്നത് ഇപ്പം? രണ്ടാണോ? രണ്ടിലാണേ കലക്കി കേട്ടോ. രണ്ടിലാണോ? ഏത് ക്ലാസ്സിലാ? 2ാം ക്ലാസ്സിൽ. മിടുക്ക. അപ്പൊ മാറ്റിയവനത് പിടിച്ചെന്ന് പറഞ്ഞു. മിടുക്കനാണ് കേട്ടോ. അല്ല ബിജു,
നമ്മൾ ഈ ജോലിക്ക് പോകുമ്പോൾ എങ്ങനെയാ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വൈഫിന്റെ ഭാഗത്തുനിന്നും? നല്ല സപ്പോർട്ടാണ്, വേറെ ജോലി ഇല്ല, ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്താണ് ബിജുവിന്റെ കോമഡി കണ്ടിട്ട് എന്ത് തോന്നുന്നു നാൻസിക്ക്? നല്ലതാണ്. എന്നാലും പണ്ടത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തല്ലേ കൂടുതലും ചെയ്യാറുള്ളത്. ഇപ്പം നല്ല ഒരുപാട് മാറ്റമുണ്ട്. പുറത്തോട്ട് പോകുമ്പം എല്ലാരും തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഇത് ഉദ്ഘാടനമൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് ഇവിടെ ഈ ഫ്ലോറിൽ. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല കേട്ടോ. ഉദ്ഘാടനമൊക്കെ കുടുംബക്കാരുമായിട്ട് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ അല്ലേ? ഇടയ്ക്ക് ഒന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ നസീർ? തീർച്ചയായിട്ടും ഒരുപാട് കിട്ടുന്നുണ്ട്. ഒരുപാട് സന്തോഷം. മോളെന്താണ് മിണ്ടാതിരിക്കുന്നത്? ഇല്ല, അച്ഛൻ്റെ പ്രോഗ്രാം എല്ലാം കാണാറുണ്ട്. ഇപ്പോൾ പുറത്ത് പോകുമ്പോഴായിരുന്നാലും എല്ലാവരും തിരിച്ചറിയാറുണ്ട്, ഒന്ന് ചോദിക്കാറുണ്ട് ഫ്ലവേഴ്സിലുള്ള കാണാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ തീർച്ചയായിട്ടും ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അല്ലേ, നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് ഫാമിലിയാണ്. അവരാണ് നമുക്കെല്ലാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ദീപ്തിയുടെ അമ്മയുടെ ഒരു വേർപാട് നമ്മൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ദീപ്തിയുടെ ഒപ്പം നമ്മളെല്ലാവരും ഉണ്ട്. ഇപ്പം ബിജുവിൻ്റെ ഫാമിലി ആണെങ്കിലും വന്നപ്പം നിങ്ങളവിടെ നിൽക്കുന്നതാണോ നമുക്കൊരു വലിയ ഒരു സന്തോഷമാണ്. കാര്യം ദീപ്തിയുടെ അമ്മ ഇല്ലയെന്നുണ്ടെങ്കിലും ദീപ്തിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഈ ഫാമിലിയും നമ്മുടെ ഫാമിലിയും ഒക്കെ എന്നും ഉണ്ടാവും കേട്ടോ ദീപ്തി. ഒരു നിമിഷം പോലും അതിൽ വിഷമം ഉണ്ടാവും. പക്ഷെ ഇവിടെ എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവും. ഒരൊറ്റ ഇതിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കണം. തീർച്ചയായിട്ടും അപ്പോൾ എല്ലാ സപ്പോർട്ടും ഇനിയും പോയിട്ട് 5 ദിവസമായിട്ടുള്ള ഇന്നലെ ആയിരുന്നു സഞ്ചാരം. ആ ഒരു സമയത്ത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്നെ സാറടക്കം ഇവിടെയുള്ള എല്ലാവരും അത്രയും സപ്പോർട്ട് ചെയ്ത് അവരുടെ ആ ഒരൊറ്റ ധൈര്യത്തിലാണ് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കണം. അതെ എന്നും എല്ലാ സപ്പോർട്ടും അതുപോലെ തന്നെ ഉണ്ടാവും. ഇതിലും ഗംഭീരമായിട്ട് സ്കിറ്റുകൾ ചെയ്യാനൊക്കെ പറ്റട്ടെ. ബിജു ഒരുപാട് സന്തോഷമുണ്ട് ഫാമിലിയെ കണ്ടതിൽ. സുധീഷേ, എന്താ വേട്ടക്കാരാ പറ, എന്തൊക്കെയാണ്? അല്ല നസീർക്ക ചോദിച്ചോ ബാക്കി കാര്യങ്ങൾ? അല്ല പറ, നിന്റെ വിശേഷങ്ങൾ പറ. അത് അവര് പറഞ്ഞു, നിന്റെ കാര്യം പറഞ്ഞു. എനിക്കെന്ത് വിശേഷം? അപ്പൊ എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ. മോശമെന്ന് പറയാനില്ല, നല്ലതായിരുന്നു. അടിപൊളി. നമുക്ക് പ്രചോദനന്റെ കമന്റ്സിലോട്ട് പോകാം. ദീപ്തി, ബിജു, സുധീഷേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം, കൈയടി കൊടുക്കേണ്ടത് ആനുകാലികമായ ഒരു വിഷയം നിങ്ങൾ എടുത്തു എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ അവതരണങ്ങൾ പരിപാടികളൊക്കെ ദീപ്തി വന്നു. പിന്നെ ദീപ്തിക്ക് ഒരു കയ്യടി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഒരു വിഷമഘട്ടത്തിൽ നിന്നും ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. നമ്മൾ ആ വേദിയിലേക്ക് വരുമ്പോൾ പെർഫോം ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ ഇത്രയും സങ്കടം ഉള്ളിൽ ഒതുക്കി വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തതിന് ദീപ്തിക്ക് ഒരു വലിയ കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. അത് നമുക്ക് നമിച്ചേ പറ്റുള്ളൂ ദീപ്തി. കാരണം നമ്മൾ പോലും ദീപ്തി ഉണ്ടാകുമല്ലോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ദീപ്തി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ സംശയങ്ങൾക്കൊക്കെ അതീതമായി നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഇത്രയും കൂട്ടുകാരുണ്ട്. ഈ ചാനലിലുള്ള ആൾക്കാരടക്കം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളടക്കമുള്ള സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടാണ് ദീപ്തിയുടെ ധൈര്യം എന്ന് പറയുന്നത്. ബിജു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിജു ഭയങ്കര ലൈഫാണ്. കാര്യം ഇത് ഒച്ച വെച്ച് കളിച്ച് ഭയങ്കരമായിട്ട് ഒരു വേറൊരു ലെവലിലേക്കൊക്കെ കളിച്ച് പോയിരുന്നെങ്കിൽ ഈ സാധനത്തിന് ഇത്രയും ഒരു ഉള്ള ഹ്യൂമർ, ഞാൻ പറഞ്ഞ ഒരുപാട് ഹ്യൂമറിൻ്റെ അല്ല പറഞ്ഞാൽ ഉള്ള നിങ്ങൾ ഭയങ്കര ലൈഫായിട്ട് ആസ്വദിച്ച് ചെയ്തു എന്നുള്ളതാണ്. അത് വളരെ മിതമായ രീതിയിൽ നല്ല രസമായിട്ട് നിങ്ങളെ മെമ്പർ എന്നുള്ള നിങ്ങളുടെ കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു. സുധീഷിൻ്റെ പരിപാടിയും വന്നിട്ട് നിങ്ങളുടെ കോമ്പിനേഷൻ പരിപാടി അത്ര നല്ല മെമ്പറൊന്നും അല്ലടാ. രാത്രി 2 മണിക്ക് വന്നൊന്ന് വോട്ട് ചോദിച്ചു പോയി. അതിലെന്താ ഒരു തെറ്റ്? അല്ല, സമയം കിട്ടണ്ടേ? പിന്നെ പിടിച്ചോ എന്ന് പറയുമ്പോൾ പിടിക്കാനുള്ളൊരു പരാക്രമം ഞാൻ പറഞ്ഞ അത് ഓരോന്നിനും ഒരു ലൈഫ് കളി എന്ന് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ കൗണ്ടറല്ല, പിടിച്ചോ കുഴപ്പമില്ലല്ലേ, ഇല്ല കുഴപ്പമില്ല, നാട്ടുകാർ കാണട്ടെ ഈ സാധനങ്ങളെ പ്ലേ എന്ന് പറയുന്നൊരു സാധനം. അത് നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും 3 പേരും ഗംഭീരമായി. ബിജു, നിങ്ങളുടെ ഫാമിലിയെ കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷം. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. സുധീഷ്, ബിജു, ദീപ്തി ഇവർ രണ്ടുപേരും പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു സ്കിറ്റായിരുന്നു. നിങ്ങൾ 3 പേരും നല്ലൊരു കോമ്പിനേഷൻ ടീം ആയതുകൊണ്ട് തന്നെ നിങ്ങളത് നന്നായിട്ട് പെർഫോം ചെയ്തു. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. പിന്നെ ഓരോ സീക്വൻസുകളും ആദ്യം ദീപ്തി വന്നു, അതിൻ്റെ പുറകെ ബിജു വരുന്നു, അതിൻ്റെ പുറകെ സുധീഷിൻ്റെ എൻട്രി, എല്ലാം കൊണ്ടും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല തമാശകളൊക്കെ ഉള്ള വൻ പൊട്ടിച്ചിരികളും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല തമാശകളൊക്കെ ഉള്ള ഒരു രസമുള്ള ഒരു സ്കിറ്റ് തന്നെയായിരുന്നു ഇത്. ബിജുവിനോട് എനിക്ക് പറയാനുള്ളത്, മുമ്പ് വൈഫിൻ്റെ സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ വേറെ ജോലിയൊന്നുമില്ല, ഇതാണ് ജോലി എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ഒരു ഏറ്റവും വലിയ അനുഗ്രഹമാണ് ബിജു, അല്ലേ? നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോലി നമുക്ക് ചെയ്യാൻ പറ്റുക, അതിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക, നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുക, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു വലിയ ദൈവാനുഗ്രഹം തന്നെയാണ്, അല്ലേ? അല്ല പക്ഷേ കല്യാണം ആലോചിക്കുന്ന സമയത്തെ മിമിക്രിയാന്ന് പറഞ്ഞപ്പോ ആലോചിക്കാനുള്ള സമയം കിട്ടിയില്ല. ഒളിച്ചോട്ടായിരുന്നു. അല്ല, അന്ന് കടുവ പിടിക്കാൻ പോയോ അതോ എങ്ങനെയായിരുന്നു? ആ ഒളിച്ചോട്ടം എങ്ങനെയായിരുന്നു പറഞ്ഞേ? ബിജുവിന്റെ മുഖത്തിന് നാണനൊക്കെ വരുന്നു. അല്ല അറിയോ ആരുടെ വീട്ടിലായിരുന്നു പ്രശ്നം അത് പറ. 2 വീട്ടിലും പ്രശ്നമായിരുന്നു. ആണോ?
പിന്നെ ഞങ്ങളെ ഒരു മിമിക്രി അന്നോട്ട് നമ്മൾ പുറത്താണ്. ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ഒരു ആർട്ടിസ്റ്റിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു മിമിക്രിയിൽ. ഇപ്പൊ ചാനലിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ കിരൺ സരിക. നമ്മുടെ കിരണിന്റെ വീട്ടിലായിരുന്നു ഒരു 1-2 മാസം. അപ്പൊ ഇപ്പൊ വീട്ടുകാരും ഒക്കെ ആയിട്ടെല്ലാം സോൾവ് ആയോ? എല്ലാരും ഹാപ്പി ആയിട്ടാണോ ഇപ്പൊ? ഏകദേശം പകുതി ശരിയാവും. അതെല്ലാം നന്നാവും. കാരണം ഇപ്പൊ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയും. അപ്പോൾ അതെല്ലാം പുറകെ വന്ന് ചേരും. ഇപ്പോൾ ദൈവാനുസരിച്ച് നിങ്ങൾ വളരെ ഹാപ്പിയാണ്. മോള് നല്ല മിടുക്കി മോള്, അവൾ നന്നായിട്ട് പഠിക്കുന്നു, അവൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. അപ്പോൾ എല്ലാം കൊണ്ടും ഇനി ബാക്കി നിങ്ങളുടെ ഫാമിലി. മെസ്സി മാത്രം നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും. മെസ്സി അവൻ മൂന്നാകുമ്പോൾ പൊളിക്കവല്ല കണ്ടോണം. അവൻ എനിക്കൊന്നും അവന് ഡാൻസ് നന്നായിട്ട് വഴങ്ങുന്നു. ഡാൻസ് പഠിക്കുന്നുണ്ടോ അവൻ? നിനക്ക് ഇതെങ്ങനെ മനസ്സിലായി? അവൻ്റെ ഇപ്പൊ സ്റ്റൈൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നാ ഒരു മെസ്സിയുടെ ചെറിയ ഡാൻസ് ഇട്ടാലോ നമുക്ക്? ഷാൻചേട്ടാ അവൻ ഡാൻസ് പഠിച്ചിട്ടില്ല. ടിവിയിൽ ഡാൻസ് കണ്ടിട്ട് ടിവിയുടെ ഫ്രണ്ടിൽ നിന്ന് പഠിക്കും. അന്ന് മെസ്സിയുടെ ഡാൻസ് നമുക്കൊന്ന് കാണാം. സാർ ഒരു ചെറിയൊരു സോങ് ഇട്ട് കൊടുക്കുക സാർ. ഉഗ്രനായിരുന്നു കേട്ടോ. അടിപൊളി. നമുക്ക് മാസത്തിലോട്ട് പോകാലോ. ഞാൻ ഒരു 14 മാർക്ക് കൊടുത്തു. 14 മാർക്ക്. 14,000 രൂപ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നസീർക്ക? ഞാനൊരു 12,000 തരുള്ളൂ. 12,000 രൂപ. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ബാലൻസ് തരേണ്ടത് ഞാനാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് 3 പേർക്കും മാത്രമല്ല ദീപ്തിയുടെ അമ്മയ്ക്കും കൂടിയിട്ടുള്ള മാർക്സ് കൂട്ടിയിട്ടാണ് ഇന്ന് തരാൻ പോകുന്നത്. ഓക്കെ? അപ്പോൾ ദീപ്തിയുടെ അമ്മയ്ക്കുള്ള മാർക്കും ആ സ്നേഹത്തിനുള്ള മാർക്കും അമ്മയുടെ ഓർമ്മകൾക്കുള്ള മാർക്കും എല്ലാം കൂടി ചേർത്ത് അവിടെ ഉണ്ടാവും. 50,000 രൂപ, 50,000 റുപ്പീസാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. ഇനിയും ഗംഭീര സ്കിറ്റുകളും പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ബിജുവിൻ്റെ ഫാമിലിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞു. ഓക്കെ മെസ്സിക്കുട്ടാ, ചക്കരക്കുട്ട, അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇനിയും പഠിക്കണം, നന്നായിട്ട് പഠിക്കണം ഡാൻസ്. ഓക്കെ? അപ്പോൾ അവർക്ക് ബൈ പറയാം അല്ലേ പ്രചോദനം? ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈഡ് കൊടുക്കാം. അപ്പോൾ പ്രചോദനം, നസീർക്ക, ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞു. ഇനി ബാക്കി നാളെ. ഓക്കെ അല്ലേ? പത്തനംതിട്ട ടീം ഓക്കെ അല്ലേ? അപ്പോ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.